السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. يا رب شتت شمل أعداء لنا بجاه شمس العلماء أبي بكر. يا رب يا قهار أهلك ضدنا بجاه شمس العلماء أبي بكر. يا ربنا اغفر ذنبنا استر عيبنا بجاه شمس العلماء أبي بكر. وقض الحوائج كلها يا ربنا بجاه شمس العلماء أبي بكر. يا رب صل على النبي محمد وسلما على الرسول الأمجد، ثم الرضا عن أبي بكر وعن عمر وعن علي وعن ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناصر الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന കാമിലായ സവാബ് ലഭിക്കുന്ന അമാലുകളിൽ പെടുത്തി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പോയ കാലത്ത് സാധുക്കളും പാപികളുമായ ഞാനും നിങ്ങളും ചെയ്തു പോയ സകല ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അവന്റെ മഹൽ ഫضൽ ഒന്നുകൊണ്ട് മാത്രം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ, നമ്മെ നാമാക്കിയ, നമുക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ ഉസ്താദന്മാർ, ശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകന്മാർ, നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ സഹോദരങ്ങളുടെ മനസ്സിൽ അവരിൽ ആരൊക്കെ മരണപ്പെട്ടുപോയോ, ആരൊക്കെ അവർ ഓർക്കുന്നുണ്ടോ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം ഒരുപാട് സയ്യിദന്മാർ, പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടിയ ഈ സദസ്സിന്റെ പുണ്യം, ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ പുണ്യം നമ്മിൽ നിന്ന് നാം ഓർക്കുന്ന മരണപ്പെട്ടുപോയ എല്ലാവരുടെ ഖബറിലേക്കും അതിന്റെ പുണ്യം ഇപ്പോൾ തന്നെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ രോഗികളാണ്, വല്ലാതെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. പടച്ച റബ്ബ് നമുക്ക് നൽകിയ രോഗം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹുവാണ് രോഗം നൽകുന്നവൻ, അവനാണ് ഏറ്റവും വലിയ ഡോക്ടർ. സുഖപ്പെടുത്തുന്നവനും അവൻ തന്നെ. അള്ളാഹു നമുക്കൊക്കെ ശിഫ പ്രദാനം ചെയ്യട്ടെ. ക്യാൻസറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ, ഹാർട്ട് അറ്റാക്കിനെ തൊട്ട് പടച്ച റബ്ബ് നമ്മെ കാക്കട്ടെ.
അത്തരം രോഗങ്ങൾ ഞങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, തമ്പുരാനെ നമ്മുടെ അയൽവക്കങ്ങളിലുണ്ട്, സംഘടനാ ബന്ധുക്കളിലുണ്ട്. അല്ലാഹു നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ യാത്ര പോകേണ്ടവരാ. ഞങ്ങളുടെ യാത്രാ സമയം ഹൈറായ സമയമായി തെരഞ്ഞെടുത്ത് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ തിങ്ങി നിറഞ്ഞ മജ്ലിസിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ നേതാവ് ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലെ, കണ്ണിയത്ത് ഉസ്താദ് വിട പറഞ്ഞതുപോലെ, KT മാനു മുസ്ലിയാർ വിട പറഞ്ഞതുപോലെ, നാട്ടിക മൂസ മുസ്ലിയാർ വിട പറഞ്ഞതുപോലെ, മഹാനായ പാറന്നൂർ PT ഉസ്താദ് വിട പറഞ്ഞതുപോലെ പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മഹാസൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആളിക്കത്തുന്ന അക്കിന്റെ ഗുണ്ടാരം ഞങ്ങൾക്ക് ഹറാമാക്കി അതിന്റെ മുകളിൽ നീ തീർത്ത സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ പ്രകാശവേഗതയിൽ അക്കരെ കടത്തി റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട സ്വർഗീയ പൂങ്കാവനത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തി ഞങ്ങളുടെ നേതാവ്, നിന്റെ ഹബീബ്, ഞങ്ങളുടെ ചങ്കിലെ ചോര, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തിരുക്കല്യാണത്തിൽ പങ്കെടുപ്പിച്ച് റബ്ബേ, നിന്റെ ലിഖാഅ് കണ്ട് ആസ്വദിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നീ സാധുക്കളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് നേതാക്കന്മാർ, സയ്യിദന്മാർ, പരിചയമുള്ളവർ, ആരെയും പേരെടുത്ത് ആമുഖം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90ാം വാർഷികമാണ്. ആദർശ വിശുദ്ധി, അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആ സംഘടന, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് പ്രഭാഷണം കേട്ട നിങ്ങൾക്ക് മുമ്പിൽ കുറെ സമയമായി ചടഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ദീർഘസമയം എടുക്കാൻ കഴിയില്ല എന്ന ഒരു ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് എന്റെ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിർത്തേണ്ട സമയമാകുമ്പോൾ ചെയറിൽ നിന്ന് ഓർഡർ കിട്ടുമെന്നും ഞാൻ തരണമെന്നും പ്രതീക്ഷിക്കുകയാണ്. കാരണം വിഷയം അതായതുകൊണ്ടേ ചിലപ്പോൾ സമയം ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വളരെ പ്രധാനപ്പെട്ട 4 നിയമത്തുകളുണ്ട്. ഒന്ന്, അള്ളാഹു ാണ് നമ്മെ സൃഷ്ടിച്ചത്. അള്ളാഹ് നമ്മെ മാത്രമല്ല സൃഷ്ടിച്ചത്, സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് പടച്ച റബ്ബാണ്. അതിൽ മൃഗങ്ങളുണ്ട്, ഒരുപാട് മൃഗങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള മൃഗങ്ങൾ. ആകാശങ്ങളിൽ അല്ലെങ്കിൽ വായുവിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ, നാക്കാലി മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, മത്സ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മൃഗങ്ങൾ. അതിനൊക്കെ അല്ലാഹു തആലയാണ് സൃഷ്ടിച്ചത്. മറ്റു മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ അല്ലാഹു നമ്മളെ ഒരു നായപോലെ ആക്കാതെ, മറ്റെന്തെങ്കിലും ഒരു മൃഗത്തെ പോലെ ആക്കാതെ, ഒരു ആനയെപ്പോലെ ആക്കാതെ, അങ്ങനെ ഉള്ള മൃഗങ്ങളൊന്നും ആക്കാതെ ആ പടച്ച റബ്ബ് നമ്മെ മനുഷ്യനായി സൃഷ്ടിച്ചു. ഇതല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹം, നിയമത്താണ്. 2, വിശദീകരിക്കുന്നില്ല. 2, അല്ലാഹു തആല ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ മനുഷ്യർക്കിടയിൽ ഒരുപാട് മതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മതങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങൾ. നമ്മെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഹിന്ദു മതമുണ്ട്, അത് ലോകത്തെല്ലാ ഭാഗത്തുള്ളല്ലോ. ഹിന്ദു മതങ്ങളുണ്ട്, ക്രിസ്തു മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, പാഴ്സി മതമുണ്ട്, അങ്ങനെ പല, സിഖ് മതമുണ്ട്, പല മതങ്ങളുണ്ട്. മതമില്ലാത്തവരുണ്ട്, മതനിഷേധികളുണ്ട്, ദൈവനിഷേധികളുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. പക്ഷേ അതിൽ നിന്ന് അല്ലാഹു തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ അനുയായികളായി എന്നെയും നിങ്ങളെയും അല്ലാഹു തെരഞ്ഞെടുത്തു. ഇത് അല്ലാഹു ചെയ്തു തന്ന 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്താണ്, അനുഗ്രഹമാണ്.
ഇത് പലർക്കും ലഭിക്കാതെ പോയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആർക്കാ പരിചയമില്ലാത്തതിൽ ഓരോ ദിൽഹിജ്ജ മാസം വരുമ്പോൾ നമ്മൾ അയവിറക്കുകയാണ് അവിടുത്തെ ത്യാഗോജ്ജലമായ സംഭവ വികാസങ്ങൾ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പ്രത്യേകത ഇത് ഒരു ചോര കുഞ്ഞിനെ കാണാൻ അല്ലെങ്കിൽ ഒരു പൈതലിന് ലഭിക്കാൻ തന്റെ ജീവിതത്തിലുടനീളം പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് ഒടുവിൽ ജീവിതത്തിന്റെ സായാം സന്ധിയിൽ അള്ളാഹു കനിഞ്ഞരുളിയ പൊന്നുമോൻ ഇസ്മായിൽ ഇസ്ലാം. ആ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഈ വിജനമായ മരുഭൂമിയിൽ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന ഉണ്ടായപ്പോ ഒരു വിഷമവും ഇല്ലാതെ അതിന് തയ്യാറായ നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ കുഞ്ഞിന് കുറച്ച് പ്രായമായപ്പോ മിനാ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി അറക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ അതിന് യാതൊരു പ്രയാസവും കാണിക്കാതെ തയ്യാറായ ഖലീലുള്ളാഹ് ദുഷ്ടനായ നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇരുകൈ നീട്ടി ആ പരീക്ഷണത്തെ നേരിട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. അങ്ങനെ അലൈഹിസ്സലാം ത്യാഗോജ്ജലം ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുകയില്ല. ആ ഇബ്രാഹിം നബിയുടെ പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് രണ്ടഭിപ്രായമുണ്ട്. ആസർ. ആ ആസറിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല. ആസറിന് മുസ്ലിമാകാൻ സാധിക്കാത്ത പോയിന്റിൽ ഞാനും നിങ്ങളും മുസ്ലിമായി. അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു നിയമത്തല്ലേ. 950 കൊല്ലമാണ് നൂഹ് നബി ജീവിച്ചത്. അത്രയും വർഷക്കാലം ഇസ്ലാമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്തിട്ട് വെറും 10-15 ആളുകളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒടുവിൽ നൂഹ് നബി പ്രാർത്ഥിച്ചു, റബ്ബേ ഈ ജനങ്ങൾ നന്നാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, മാത്രല്ല ഇവരിൽ ഉണ്ടാകുന്ന മക്കൾ പോലും മുസ്ലിമാവുന്ന എനിക്ക് പ്രതീക്ഷയില്ല, അതുകൊണ്ട് മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളാം എന്ന് അള്ളാഹുവിനോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഒടുവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പർവ്വതമുകളിൽ കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുന്നു. കപ്പലിന്റെ പണി പൂർത്തിയാകുന്നു. കപ്പൽ പണി പൂർത്തിയായ അല്ലാഹ് ഇനി എന്ത് ചെയ്യണമെന്ന് അള്ളാഹിനോട് നൂഹ് നബി ചോദിക്കുന്നു. കപ്പലിൽ കയറാൻ പറയുന്നു. നൂഹ് നബി കപ്പലിൽ കയറുന്നു. വിശ്വാസികളെയും കയറ്റാൻ പറയുന്നു. അവരും കയറുന്നു. പിന്നീട് ആ കാലഘട്ടത്തിലുണ്ടായ മൃഗങ്ങൾ, ഇണകളും തുണകളും ഒക്കെ ആ കപ്പലിലേക്ക് കയറാൻ പറയുന്നു. അവരൊക്കെ കയറുന്നു. അവസാനം ബിസ്മില്ലാഹി ആ കപ്പൽ യാത്ര തുടരുകയാണ്. ആ സമയത്താണ് നൂഹ് നബി അലൈഹിസ്സലാം കതകിനുള്ളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ നൂഹ് നബി ഇന്നലെ നടന്നു പോകുമ്പോ കളിയാക്കിയ ആളുകൾ, പരിഹസിച്ചവർ, മലമുകളിൽ കപ്പലുണ്ടാക്കുമ്പോ എടാ നൂഹേ നിനക്ക് വട്ടാണോ, ഈ മലയുടെ മുകളിൽ പോയി കപ്പലുണ്ടാക്കിയാൽ എങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കും, നിനക്ക് മുഴുവട്ടാണ്, ഭ്രാന്താണെന്ന് വിളിച്ചു പറഞ്ഞവർ, അവിടെ വന്ന് കാഷ്ടിച്ചു വെച്ചവർ, അങ്ങനെ കാഷ്ടിച്ച് തോൽപ്പിക്കാൻ മത്സരിച്ചവർ, ഇവരൊക്കെ വെള്ളത്തിൽ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി താന്ന് പൊന്തുകയും ചെയ്തുകൊണ്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ നിന്ന് ഉറവ് വെട്ടി വലിയ ജലപ്രളയം ഉണ്ടായല്ലോ. ആ ജലപ്രളയത്തിന്റെ മുകളിലൂടെയാണ് ഈ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ അങ്ങ് എത്തിയപ്പോ നൂഹ് നബി പെട്ടെന്ന് നിശബ്ദനാവുകയാണ്. ഒരു കാഴ്ച കണ്ടു, അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയാത്തതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിനും സഹിക്കാൻ കഴിയാത്ത സംഭവം. കാരണം അവിടുത്തെ മുമ്പിൽ കണ്ടത് പ്രിയപ്പെട്ട മകൻ കൻആനിന്റെ മുഖമാണ്. കൻആൻ കപ്പലിനകത്തല്ല, ആ വമ്പിച്ച ജലപ്രളയത്തിൽ താവുകയും പൊന്തുകയും ചെയ്ത് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ കണ്ടപ്പോ ഒരു സമയം നിശബ്ദനായിപ്പോയി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അവിടുന്ന് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞിമോനെ, ഇർക്കബ്മാന, ഞങ്ങളെ കൂടെ കപ്പലിൽ കയറിക്കോ. എന്താ അത്? ഒരു പ്രത്യേകമായ ഓഫർ. ഞാനൊരു നിന്റെ വാപ്പയാണ്, അതുകൊണ്ട് ഞാൻ പ്രവാചകനാണ്, അതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ കപ്പലുണ്ട്, അതുകൊണ്ട് മോനതിൽ കയറിക്കോ, നിനക്ക് വേണ്ടി നിന്നെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നീ ഇതിൽ കയറിക്കോ എന്നുള്ള ഒരു ഭൗതിക ഓഫറല്ല അവിടെ പറഞ്ഞത്. വലാ തകും മഅൽ കാഫിരീൻ, നീ ദൈവനിഷേധികളിൽപ്പെട്ടു പോകല്ല, ഇസ്ലാമിലേക്ക് എന്നിട്ട് കപ്പലിൽ കയറിക്കോ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ സമയത്ത് കുഞ്ഞുമോനെ വിളിച്ച് പറയാൻ. അപ്പോൾ ആ കുഞ്ഞുമോൻ അല്ലെങ്കിൽ ആ കൻആൻ ധിക്കാരത്തിന്റെ ശബ്ദം മുഴക്കുകയാണ്. അല്ലയോ പിതാവേ, നിങ്ങൾ എന്നെപ്പറ്റി എന്താ മനസ്സിലാക്കിയത്? ഞാനേതാ മോനെന്നറിയില്ലേ? ഞാൻ നീന്തൽ വിദഗ്ധനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അങ്ങ് ദൂരെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം ഞാൻ കാണുന്നുണ്ട്. ആ പർവ്വതത്തിലേക്ക് ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കോളാം, നീന്തി ഞാനങ്ങ് രക്ഷപ്പെട്ടോളാം പിതാവേ, എന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങളുടെ കൂടെ ഞാനില്ല, അക്കപ്പലിൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൻആൻ അവിടെ നിന്ന് ധിക്കാരത്തിന്റെ ശബ്ദം മുഴക്കിയപ്പോ നൂഹ് നബിക്ക് സഹിച്ചില്ല. ഒടുവിൽ നൂഹ് നബി ആ കപ്പലിൽ യാത്ര തുടരുന്നു. കൻആൻ ആ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അവസാനം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ വിഷയം അതല്ല. 950 കൊല്ലക്കാലം ഇസ്ലാമിനു വേണ്ടി ഇത്രയും പ്രയാസപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്നിട്ട് പോലും ഇസ്ലാമാകാൻ, മുസ്ലിമാകാൻ അവസരമുണ്ടായില്ല. ആ അവസരം ലഭിച്ചവരാണ് പ്രിയപ്പെട്ടവരെ
വളരെ സാധുക്കളും പാപികളുമായ ഞാനും നിങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സായപ്പോൾ നബുവത്ത് ലഭിച്ചു. പ്രവാചകത്വ സിദ്ധിക്ക് ശേഷം ആദ്യമായി ജബൽ അബീ ഖുബൈസ് മലയുടെ മുകളിൽ കയറി പ്രവാചകൻ ഒരു അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ കടന്നുവരിക. മൈക്കില്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകന്റെ അനൗൺസ്മെന്റ് കാതുകൾക്ക് കൈമാറി ഉറങ്ങിക്കിടക്കുന്നവരെ പോലും ഉണർത്തി അല്ലാഹു തആല ഈ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ആ പർവ്വതത്തിന്റെ താഴ്വാരത്ത് ഒരുമിച്ച് കൂടി പ്രവാചകന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ പ്രവാചകൻ പ്രഭാഷണം തുടങ്ങി. ഈ പർവ്വതത്തിന്റെ പിൻഭാഗത്തുകൂടി സർവായുധ പുരുഷരായ ഒരു പറ്റം സംഘമാളുകൾ നിങ്ങളെ എതിർക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, കാരണം നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്താണ്, ഇതിന്റെ പിൻഭാഗത്തു കൂടിയാണ് സർവായുധ പുരുഷരായ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നഅം യാ മുഹമ്മദ് അൻത അൽ അമീൻ. ഒരേ ശബ്ദത്തിൽ എല്ലാവരും വിളിച്ചു പറയാം, റസൂലേ മുഹമ്മദേ, ഞങ്ങളത് അംഗീകരിക്കും. കാരണം അൻത അൽ അമീൻ, നീ സത്യസന്ധനാണ്. നിന്നെ ഞങ്ങൾക്ക് 40 കൊല്ലത്തെ പരിചയമുണ്ട് മുഹമ്മദ്. നീ തമാശയിൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല മുഹമ്മദ്. നീ ഒരു ഉറുമ്പിനെ പോലും നോവിച്ച ചരിത്രം ഞങ്ങൾക്ക് മുമ്പിലില്ല മുഹമ്മദ്. അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ അത് പറയാനല്ല ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആകാശവും ഭൂമിയും ഈ കാണുന്ന സകല വസ്തുക്കളെയും പ്രപഞ്ചത്തെയും നമ്മെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി അള്ളാഹുവാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചു കൊള്ളണം. ആ അള്ളാഹുവിനൊരു പ്രത്യേക ശാസ്ത്രമുണ്ട്, വിശുദ്ധ ഇസ്ലാം. അതിൽ അംഗീകരിച്ചു കൊള്ളണം. ആ ഇസ്ലാമിനെ ഈ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്താൻ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പ്രബോധകന്മാരെ പടച്ച റബ്ബ് നിയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവാചകൻ സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണെങ്കിൽ ഒടുക്കത്തെ പ്രവാചകൻ ഞാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെയും നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. ഈ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി ആ വസ്തുതയെ എതിർക്കാൻ മുന്നോട്ട് വന്നത് മറ്റാരുമല്ല, അവിടുത്തെ എളാപ്പ അബൂലഹബാണ്. ആദ്യം എതിർത്തുണ്ടാ പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് ശാപമുണ്ടാകട്ടെ. നീ എന്ത് തോന്നിയാസാ പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുകയോ? നീക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആദ്യം എതിർത്തത് പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇത് വല്ലാത്ത വിഷമം, വല്ലാത്ത പ്രയാസമായി. കാരണം ആദ്യം തന്നെ ഒരു കാര്യം പറയുമ്പോ അത് എതിർക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെ ആയപ്പോഴുള്ള പ്രത്യേകമായ ടെൻഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചപ്പോൾ അവിടുത്തെ നെറ്റിത്തടം ഉയർത്തു. അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. നിങ്ങൾക്കറിയാം, ഞാനതൊന്നും വിശദീകരിക്കുകയല്ല. അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഇറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞ്, അബൂലഹബ് നിനക്കാണ് ശാപം, മുഹമ്മദിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു സൂറത്ത് ഇറങ്ങുകയാണ്, ശപിച്ചുകൊണ്ടുള്ള സൂറത്ത്. അതിനുശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അബൂലഹബ് മരിക്കുന്നത്. ആ മരിക്കുന്നതുവരെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അബൂലഹബിന് സാധിച്ചിട്ടില്ല. ആ അബൂലഹബിന് ലഭിക്കാതെ പോയ അനുഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സാധുക്കളും വളരെ നിസ്സാരന്മാരുമായ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. പ്രവാചകന്റെ 6-ാം വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കൊരു യാത്ര, പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയുടെ കൂടെയുള്ള യാത്ര. കൈപിടിച്ചുകൊണ്ട് ആമിന ബീവിയുടെ കൈപിടിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോ ആമിന ബീവിക്ക് വല്ലാത്ത ക്ഷീണം ബാധിച്ചു, രോഗബാധിതയായി. അതിൽ ആമിന ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് പോയി, 6 വയസ്സായപ്പോൾ ഉമ്മയും പോയി. അങ്ങനെ പലരുടെയും സംരക്ഷണത്തിൽ ഒടുവിൽ അബൂതാലിബിന്റെ സംരക്ഷണത്തിലെത്തി. ആ പ്രവാചക തിരുമേനി അബൂതാലിബിന്റെ സംരക്ഷണത്തിലെപ്പോഴാണ് നബുവത്ത് ലഭിക്കുന്നത്. ആ സമയത്താണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേര സമയമാകുമ്പോൾ എല്ലാ ദിവസവും കഅബാലയത്തിന്റെ അരികത്തേക്ക് പോകും. നമ്മളൊക്കെ വൈകുന്നേരം അങ്ങാടിയിൽ കറങ്ങുന്നത് പോലെ പ്രവാചകൻ വൈകുന്നേരം അന്നത്തെ അങ്ങാടിയാണ്, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കഅബാലയത്തിന്റെ അടുക്കലെത്തി പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനം, ആ ദഅവത്ത്, ഇസ്ലാമിക പ്രബോധനം നടത്തും. പ്രവാചകന്റെ ഈ ദഅവത്ത് കേട്ട ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, പ്രത്യേകിച്ച് ഖുറൈശി തലവന്മാർക്ക് തലവേദനയായി. അവർ ഒടുവിൽ എങ്ങനെ മുഹമ്മദിനെ ഈ ദൗത്യത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ സാധിക്കുമെന്ന ശ്രമം തുടങ്ങി. ഒടുക്കം അവർ നേരെ അബൂതാലിബ് എന്നാൽ ആ കാലഘട്ടത്തിലെ ഖുറൈശികളുടെ കാരണവരാണ്. ആ കാരണവരുടെ വീട്ടിലേക്ക് ഈ മഹല്ല് നേതാക്കന്മാർ, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, വലീദുണ്ട്, അബൂജഹലുണ്ട് അടക്കം, അവർ നേരെ ചെന്നു അബൂതാലിബിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് അബൂതാലിബിനോട് പറഞ്ഞു, കാരണവരെ,
നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ആരാധിച്ചിട്ടുള്ള ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുലുലാലെ പോലത്തെ ബിംബങ്ങളുണ്ടല്ലോ, ആ ബിംബങ്ങളെ ഒന്നും ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള നിങ്ങളുടെ പൊന്നുമോൻ മുഹമ്മദ് പുതിയ വാദവുമായി കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ തടയിടണം. അവനോട് ആ ദൗത്യത്തിൽ നിന്നൊന്ന് പിന്മാറാൻ പറയണം. അവന് ലക്ഷ്യം വെച്ചത് എന്താ, അത് നമുക്ക് കൊടുക്കാം. അവന് വേണ്ടത് ഈ രാജ്യത്തിന്റെ രാജാധികാരമാണെങ്കിൽ അവനെ നമുക്ക് രാജാവാക്കാം. അവന് വേണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനാകലാണെങ്കിൽ അവനെ നമുക്ക് പണക്കാരനാക്കാം. അവന് വേണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയും സുമുഖിയും സുശീലയുമായൊരു പെൺകുട്ടിയെ കിട്ടലാണെങ്കിൽ അവനെ നമുക്ക് നല്ല പെൺകുട്ടിയെ സംഘടിപ്പിച്ചു കൊടുക്കാം. അവനോട് ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട അബൂ താലിബ്, നിങ്ങളതൊക്കെ പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെങ്കിൽ, അവന് വേണ്ടതൊക്കെ നമുക്ക് കൊടുക്കാം, അതൊന്നും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് വിട്ടേച്ചു തരിക. ഞങ്ങൾ അവന്റെ കഴുത്തിൽ കത്തിവെക്കും. പകരം നിങ്ങൾക്ക് നല്ല ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരന് നിങ്ങൾക്ക് പകരം ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ചങ്കിലച്ചോര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അബൂ താലിബ് നേരെ ഇറങ്ങി സ്വീകരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളൊക്കെ വന്നിരുന്നു. അവര് നിന്നെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞു. എന്താ ഉപ്പ അവരുടെ വിശേഷങ്ങൾ, എന്തിനാണ് അവർ വന്നത്? അബൂ താലിബ് വിശദീകരിച്ചു കൊടുത്തു. മറ്റൊന്നല്ല, എന്നോട് നീ ഒരു പുതിയ മതവുമായിട്ട് വന്നിട്ടുണ്ടത്രേ, അതിൽ നിന്നൊന്ന് പിന്മാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. പൊന്ന് വേണോ പൊന്ന് തരാം, പെണ്ണ് വേണോ പെണ്ണ് തരാം, മണ്ണ് വേണോ മണ്ണ് തരാം, എന്തും തരാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് മോനെ, നീ ഒന്ന് പിന്മാറണം എന്ന് അബൂ താലിബ് പ്രവാചകനോട് പറയേണ്ട താമസം അവിടുത്തെ മുഖം രോഷം കൊള്ളുകയാണ്. വല്ലാതെ വിയർക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇത് കേട്ട പരിസരം കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് എന്ന തന്റെ രക്ഷിതാവിനോട് പറയുന്നു, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട അബൂ താലിബ്, ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനില്ലേ, നിങ്ങൾ അവിടെ ചെന്ന് ആ സൂര്യനെ പറിച്ചെടുത്തു കൊണ്ടുവന്ന് എന്റെ വലതു കൈയിൽ എനിക്കൊരു ഗിഫ്റ്റായി നിങ്ങൾ സമ്മാനിച്ചാലും, രാവിലെ പരിപൂർണ ചന്ദ്രനെ അടർത്തിക്കൊണ്ടുവന്ന് എന്റെ ഇടതു കൈയിൽ എനിക്കൊരു ഗിഫ്റ്റായി സമ്മാനിച്ചാലും മുമ്പോട്ട് വെച്ച കാല് പിറകോട്ടടിക്കുന്ന പ്രശ്നമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അബൂ താലിബ് പിന്നീട് പറയേണ്ട വാക്കെന്താണ്? പിന്നീട് അബൂ താലിബ് പറയണം, എങ്കിൽ ഞാൻ നിന്നെ അവർക്ക് കൊടുക്കുകയാണ്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് പകരം എനിക്ക് മറ്റൊരു ചെറുപ്പക്കാരനെ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അവരുടെ കൂടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അവർക്ക് കൊടുക്കുകയാണെന്ന് പറയേണ്ട അബൂ താലിബ് പകരം അവിടെ നിന്ന് പറഞ്ഞു, എങ്കിൽ നീ ഒന്നും വിഷമിക്കണ്ട, നീ നിന്റെ ദൗത്യവുമായി പോയിക്കോ, ആർക്കും നിന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല, നിന്നെ ഞാൻ സംരക്ഷിച്ചുകൊള്ളുമെന്ന് അബൂ താലിബ്. അവിടെയും പണ്ഡിതന്മാർ രണ്ടഭിപ്രായം പറയുന്നു. ആ അബൂ താലിബിന് ഒരഭിപ്രായ പ്രകാരം ഇസ്ലാമിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ആ അബൂ താലിബിന് ലഭിക്കാതെ പോയ ഹിദായത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ്? ഈ സാധുക്കളായ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ലഭിക്കാതെ പോയ ആ ഹിദായത്തിന്റെ മാധുര്യം നമുക്ക് എങ്ങനെയാ കിട്ടിയത്? നമ്മൾ പരിശുദ്ധ ഇസ്ലാം എന്നൊരു മതത്തെ പറഞ്ഞു കേട്ടു. ആ ഇസ്ലാം വലിയ നല്ല മതമാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടു. അന്വേഷണം നടത്തിയപ്പോൾ അതിനൊരു ഭരണഘടനയുണ്ടെന്ന് കേട്ടു. ആ ഭരണഘടന പരിശുദ്ധ ഖുർആനാണെന്ന് കേട്ടു. അത് അറബിയിലാണ്, നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അതിന്റെ പരിഭാഷ ഇറങ്ങിയെന്ന് കേട്ടു. അങ്ങനെ ആ പരിഭാഷ തപ്പിപ്പിടിച്ച് കണ്ടു, നമ്മളത് വായിച്ചു. എന്നിട്ട് ബോധ്യപ്പെട്ടു അത് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം വളരെ പെർഫെക്റ്റാണ്, വളരെ കൃത്യമാണ്, വളരെ സത്യസന്ധമാണ്. ഇതിനേക്കാൾ നല്ലൊരു പ്രത്യയശാസ്ത്രം വേറെ ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അതിലേക്ക് കയറി ചെല്ലാനുള്ള അടയാളം, അല്ലെങ്കിൽ അത് ചെല്ലാനുള്ള മാധ്യമം ഷഹാദത്ത് കലിമ ചെല്ലലാണ്. അതുകൊണ്ട് ഞാൻ ഷഹാദത്ത് കലിമ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞ് ഷഹാദത്ത് കലിമ ചെല്ലി ഇസ്ലാമിലേക്ക് വന്നവർ അല്ല നമ്മിൽ 99.4%. മറിച്ച് അങ്ങനെ ആരുമില്ലാന്നല്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. നമ്മൾ അങ്ങനെ പഠിച്ചു വന്നവരല്ലല്ലോ. മറിച്ച് എന്നോട് നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എന്റെ വാപ്പ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ പിറന്നു, അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്. നമ്മിൽ പലരും അങ്ങനെയാണ്. എങ്ങനെ മുസ്ലിമായി? അത് നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്ന് പറയാനേ നമുക്ക് അവകാശമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അല്ലാഹു തആല ഹിദായത്ത് ഓശാരമായി ഫ്രീ ആയി തന്നിരിക്കുകയാണ്. ഇത് വലിയൊരു വിഷയമാണ്. വളരെ ഗൗരവത്തിൽ, ആഴത്തിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മഹത്വം മനസ്സിലാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒന്ന്, അല്ലാഹു നമ്മെ മനുഷ്യനാക്കി, 2 മുസ്ലിമാക്കി, 3 മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ പെടുത്തി. അതിന്റെ പവർ എന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെടാന്ന് പറഞ്ഞാൽ അതിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കണ്ണടയ്ക്കണം. നമ്മളങ്ങ് മരിച്ചുപോയി, നാളെ പാരത്രിക ലോകത്ത് മഹ്ശറാവൻ സഭയിൽ വേൾഡ് കോൺഫറൻസ് നടക്കുകയാണ്. എല്ലാ ലോകത്തുള്ള സകല മനുഷ്യന്മാർ ആരും ലീവില്ല, ആരും റൂമിൽ കിടന്നുമില്ല, എല്ലാവരുണ്ട്. എല്ലാവരും ഒരാൾ പോലും എവിടെയായിപ്പോയിട്ടില്ല. ഏത് മലയുടെ താഴ്ഭാഗത്ത് മണ്ണിടിഞ്ഞ് മരിച്ച കിടക്കുന്നവൻ എല്ലാവരും ഒരുമിച്ച് കൂടിയ വേൾഡ് കോൺഫറൻസ്. ആ കോൺഫറൻസ് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു 3 രംഗമുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ചുട്ടുപൊള്ളുന്ന ചൂട്, ഒരു ചാൺ മുകളിൽ ഉദിച്ച സൂര്യന്റെ ശക്തമായ ചൂടുകൊണ്ട് മനുഷ്യമക്കൾ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കണക്കനുസരിച്ചുകൊണ്ട് നിര്യാണി വരെ, മുട്ടുവരെ, അരവരെ ഫുള്ളായും ഒക്കെ ചുട്ടുപൊള്ളുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു വലിയ സമൂഹം മഹ്ശറയുടെ ഒരു ഭാഗമാണ്. അതിനപ്പുറത്ത് വേറൊരു ഭാഗം, 7 കൂട്ടക്കാർക്ക് അല്ലാഹു തആല AC ഫിറ്റ് ചെയ്തിരിക്കുന്നു, എയർ കണ്ടീഷൻ, അർശിന്റെ തണൽ. അപ്പൊ ഒരു ഭാഗത്ത് ശക്തമായ ചൂടുകൊണ്ട് മനുഷ്യമക്കൾ ഇങ്ങനെ പുളയുന്നു, മറ്റൊരു ഭാഗത്തിൽ വിശ്വാസികളായ ആളുകൾ അർശിന്റെ തണലിൽ ആസ്വദിക്കുന്നു. ഇത് രണ്ടുമല്ലാത്ത വേറൊരു ഭാഗമുണ്ട് മഹ്ശറയിൽ, ഒരു ഭാഗം. ആ ഭാഗത്തുള്ളത് മറ്റാരുമല്ല, മഹാരഥന്മാരായ അമ്പിയാക്കന്മാർ. മറ്റൊരു ഭാഗത്ത്, ആ ഭാഗത്തുള്ളത് ആരാണ്? പ്രവാചകന്മാർ. കാരണം എന്താ അറിയോ? പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ പ്രയാസപ്പെട്ടവരാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്തവരാണ്, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി വളരെ കൂടുതൽ പ്രയാസപ്പെട്ടവരാണ്. അവർ അവിടെ എത്തുമ്പോ ഏതായാലും ഈ ഒരു ചാൺ മുകളിൽ ഉദിച്ച സൂര്യന്റെ കീഴെ എന്തായാലും അവരുണ്ടാകാൻ പാടില്ല. എന്നാൽ അപ്പുറത്തുള്ളത് അർശിന്റെ തണലാണ്. ആ അർശിന്റെ തണൽ ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് കേട്ട് മുസ്ലിമായി അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് പുണ്യം നേടിയ ആളുകളാണ് ഈ വിശ്വാസികൾ. അവരുടെ കൂട്ടത്തിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലാണ്, അത് പോരല്ലോ. ഈ പ്രവാചകന്മാർ പറഞ്ഞിട്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ അത് പോരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ അല്ല അവർക്ക് വേണ്ട സ്ഥാനം എന്നുള്ളത് കൊണ്ട് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് മറ്റൊരു സദസ്സ്, മറ്റൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നു മഹ്ശറയിൽ. അതെന്താണെന്നറിയോ? യുംസബുലിൽ അംബിയാ മനാബിറും മിനസ് ദഹബ്, സ്വർണം കൊണ്ട് നിർമ്മിച്ച കസേരകൾ, സിംഹാസനങ്ങൾ അല്ലാഹു തആല പ്രവാചകന്മാർക്ക് നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സ്വർണം കൊണ്ട് നിർമ്മിച്ച കസേരകൾ, സിംഹാസനങ്ങൾ. മാത്രമല്ല അത് കണ്ടാൽ വളരെ വളരെ ആകർഷണീയമാണ്. അത് കണ്ടാൽ ഏതൊരാൾക്കും എനിക്കൊന്നിരിക്കാൻ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ, അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാശിച്ചു പോകത്തക്ക വിധത്തിലുള്ള മനോഹരമായ കസേരകൾ. അതിൽ മാത്രമല്ല ഓരോ കസേരയുടെ മുകളിലും ആദം അലൈഹിസ്സലാം, ആദം എന്ന് എഴുതിയിരിക്കുന്നു ഒരു കസേരയുടെ മുകളിൽ, എങ്കിൽ അപ്പുറത്ത് ഇബ്രാഹിം എന്ന് എഴുതിയിരിക്കുന്നു. ഓരോ നബിമാരുടെയും പേര് റിസർവ് ചെയ്തിട്ടുള്ള കസേരകൾ, സ്വർണം കൊണ്ടുള്ള കസേരകൾ. എല്ലാ പ്രവാചകന്മാർ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റെസ്റ്റ് ഹൗസാണ്, അർഹതക്കുള്ള അംഗീകാരമാണ്. പ്രയാസപ്പെട്ട് ഇസ്ലാമിക ദഅവത്ത് നടത്തിയ പ്രവാചകന്മാർക്ക് അല്ലാഹു മഹ്ശറയിൽ നൽകുന്ന നമ്പർ 1 സ്ഥാനമാണ്. എല്ലാവരും സ്വർണത്തിന്റെ കസേരയിൽ ഇരുന്ന് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഹബീബ് പറയാൻ, ലാ അജ്ലിസു അലൈഹി, ഞാൻ ഇരിക്കുകയില്ല. എന്തുകൊണ്ട്? ഇവിടെയാണ് മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു. പ്രവാചകൻ പറയുകയാണ്, അതാ ഒരു ചാൺ മുകളിൽ ഉദിച്ച സൂര്യന്റെ ശക്തമായ ചൂടുകൊണ്ട് ചുട്ടുപൊള്ളുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന എന്റെ ഉമ്മത്തീങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോ അവരെ തമ്പുരാനെ അവിടെ നിന്ന് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ മാറ്റാതെ എനിക്കിരിക്കേണ്ടതില്ല, എനിക്ക് വിശ്രമം വേണ്ട എന്ന് പറയുന്ന നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് മിൻ ഉമ്മത്തി മുഹമ്മദ്. ആ ഉമ്മത്തിൽ നമ്മൾ, അതുമല്ല അതിനൊക്കെ അപ്പുറത്ത് കുറെ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന അവസരത്തിൽ നമ്മെ സഹായിക്കാൻ കാത്തിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഉമ്മത്തിൽപ്പെടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. 3ാമത്തെ അനുഗ്രഹം ഞാൻ പറഞ്ഞു, ഇനി 4ാമത്തെ അനുഗ്രഹം. അത് മറ്റൊന്നുമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള പശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് നമുക്ക് ആ 4ാമതായി ചെയ്ത ഏറ്റവും വലിയൊരു നിഅമത്ത്, അനുഗ്രഹം എന്ന് പറയുന്നത് നാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അതിന്റെ അനുഭാവികളാകാൻ, അതിന്റെ പ്രവർത്തകരാകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്.
അത് നാലാമത്തെ അനുഗ്രഹമായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കും, ഇതിലെന്താ അത്ര വലിയ പ്രാധാന്യമുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് അറിയുന്ന സമയത്ത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും നമുക്കതിന് പവറുണ്ടല്ലെങ്കിൽ ആ ഒരു അവസരം അല്ലാഹു തആല നമുക്ക് നൽകി എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യപ്പെടുക. അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഈ പറഞ്ഞ കാര്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാഹു തആല അവന്റെ പ്രത്യയ ശാസ്ത്രത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ മനുഷ്യന്മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ കഥ നമ്മൾ പറഞ്ഞു. അതിലൊടുക്കത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഞാനതൊന്നും വിശദീകരിക്കേണ്ടതില്ല. മഹാരഥന്മാരായ മാലിക് ബിൻ ദിനാറും മാലിക് ബിൻ ഹബീബും ശറഫ് ബിൻ മാലിക്കും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ ഇസ്ലാമിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പായക്കപ്പലിൽ കയറി കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി ഇസ്ലാമിന്റെ സന്ദേശം കേരളത്തിന് കൈമാറിയ സംഭവം. പ്രവാചകർ എന്ത് പ്രവർത്തിച്ചു, എന്ത് പറഞ്ഞു, അവിടുത്തെ മൗനാനുവാദം എന്തൊക്കെ, ഈ വിഷയത്തിൽ യാതൊരു കലർപ്പുമില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, വെട്ടിച്ചുരുക്കലുകളില്ലാതെ മഹാരഥന്മാർ സ്വഹാബത്ത് കേരളത്തിന് പരിചയപ്പെടുത്തിയ യഥാർത്ഥ ഇസ്ലാം, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അവർ ഉയർത്തിപ്പിടിച്ച ആദർശ വിശുദ്ധി, ആ ആദർശ വിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പിതാമഹന്മാർ ഇസ്ലാമിലേക്ക് കടന്നു. അവർ ബോംബുണ്ടാക്കിയല്ല ഇസ്ലാമിക ദഅവത്ത് നടത്തിയത്. അവർ ആരുടെയും കൈയും കാലും വെട്ടിയിട്ടല്ല ഇസ്ലാമിക ദഅവത്ത് നടത്തിയത്. അവർ ഏതെങ്കിലും ബസ്സോ കാറോ കത്തിച്ചുകൊണ്ടല്ല, ചാവർ സ്ഫോടനങ്ങൾ നടത്തിയിട്ടല്ല, ISO അതുപോലെയുള്ള സംഘടനകളോ ഉണ്ടാക്കിയിട്ടല്ല ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുള്ളത്. മറിച്ച് ആദർശ വിശുദ്ധി, ആ ആദർശ വിശുദ്ധിയുടെ ആ പവർ കണ്ടുകൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ പിന്നെ പള്ളി ആവശ്യമായി വന്നു. പള്ളി ഉണ്ടാക്കി. 7 പള്ളി അക്കാലത്ത് തന്നെ ഉണ്ടായി. പിന്നീട് പല സഹാബാക്കളും അവിടെ നിന്ന് തിരിച്ചുപോയി, കേരളത്തിൽ നിന്ന് തിരിച്ചുപോയി. പല സഹാബാക്കളും പിന്നെയും കേരളത്തിലേക്ക് തിരിച്ചു വന്നു. പല സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നു. അവർക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തി. കേരളത്തിൽ ഇപ്പോ കാസർകോട്ടെ തളങ്കരയിൽ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി കിടക്കുന്നു. അത് മാലിക് ബിൻ ദീനാർ അല്ല, മാലിക് ബിൻ ദീനാറിന്റെ ബാക്കിയാണ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു. ഒരു സഹാബി അവിടെ കിടക്കുന്നു. അപ്പൊ കാസർകോട്ട് നിന്ന് നേരെ കണ്ണൂർ വളപട്ടണം വഴി നിലാമുറ്റം 70 സഹാബികളുടെ ഖബറാണ്. അതുവഴി കോഴിക്കോട്ടെ പാറപ്പള്ളി പന്തലാനി കടപ്പുറത്തെ 10 സഹാബികൾ. അത് കഴിഞ്ഞ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മുഗദാറിലൂടെ തൃശ്ശൂരിലെത്തുമ്പോഴേക്ക്, കൊടുങ്ങല്ലൂരിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് 100ഓളം സഹാബികളുടെ ഖബർ കേരളത്തിൽ ഇന്നുണ്ട്. പല സഹാബികളും തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ സഹാബാക്കൾ എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആ പ്രവാചകൻ, ആ സഹാബാക്കൾ നേരെ നമ്മുടെ കേരളത്തിൽ വന്ന് ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോ ഇസ്ലാമിലേക്ക് ആളുകൾ കൂടി വന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ കോഴിക്കോട് പാറപ്പള്ളിയിൽ വലിയ ഖബർ മക്ബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരെന്നറിയോ? ബഹുമാനപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബിയാണ് കോഴിക്കോട്ട് കിടന്നിറങ്ങുന്നത്. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്, കേരളം എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനും നടന്നുപോയ മണ്ണ്, ആ ഒരു ബർക്കത്ത് കേരളത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ പരിശുദ്ധമായ ഇസ്ലാമിക ദഅവത്ത് സഹാബാക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയും ചെയ്തു. കുറെ മുസ്ലിങ്ങളായപ്പോ കുറെ മുസ്ലിം വീടുകൾ വന്നു. വീടുകളൊക്കെ പള്ളിയോടടുത്താക്കി വീടുണ്ടാക്കി, അല്ലെങ്കിൽ വീടുകൾ കൂടുതലുള്ള സ്ഥലത്ത് പള്ളിയുണ്ടാക്കി. അങ്ങനെ പള്ളി ഒരു കേന്ദ്രമായി അവിടെ മഹല്ല് സംവിധാനം കടന്നു വന്നു. കാലങ്ങൾ കഴിഞ്ഞു. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഖത്തീബ് നടത്തുന്ന പ്രഭാഷണത്തിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, വുളൂ ചെയ്യേണ്ടത് എങ്ങനെ, താമം ചെയ്യേണ്ടത് എങ്ങനെ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ വിവരണങ്ങൾ മഹല്ല് പള്ളിയിൽ നിന്ന് ഖത്തീബ് ഖാളിമാർ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നടത്തുന്ന പ്രസംഗത്തിലൂടെ വിശദീകരിച്ചു തന്നു. അങ്ങനെ കാലങ്ങൾക്ക് കൈമാറി. അങ്ങനെ അവസാനം ഓത്തുപള്ളിയുണ്ടായി. പള്ളിക്ക് ചുമരിൽ അല്ലെങ്കിൽ പള്ളിയോട് ചേർത്തോലമേഞ്ഞ ഒത്തുപള്ളികൾ. ആ ഒത്തുപള്ളിയിലേക്ക് ചുറ്റുഭാഗത്തുള്ള ആ കുട്ടികളും പിന്നെ നമ്മുടെ വിശ്വാസികളൊക്കെ കടന്നു വന്നു. മുല്ലാക്കന്മാർ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു, സൂറത്ത് യാസീൻ പഠിപ്പിച്ചു, ഫാത്തിഹ പഠിപ്പിച്ചു. അങ്ങനെ ഒരു കാലഘട്ടം. പിന്നെയും നൂറ്റാണ്ടുകൾക്ക് വഴിമാറി. ഒടുവിൽ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ ഈ യമനിൽ നിന്ന്, ഹദർമൗത്തിൽ തെരീമിൽ നിന്ന്, ഇസ്ലാമിന്റെ ഈറ്റില്യവും പോറ്റില്യവുമായ പ്രദേശങ്ങളിൽ നിന്ന്
ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ കേരളത്തിലേക്ക് ഇസ്ലാമിക ദഅവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നു. കേരളത്തിൽ ജനിച്ചു വളർന്ന, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ജനിച്ചു വളർന്ന പ്രഗത്ഭരായ മഹത്തുക്കൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീനത്തുൽ മുനവ്വറയിലുമൊക്കെ വന്ന് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം വലിയ പണ്ഡിതന്മാരായതിനു ശേഷം തിരിച്ച് കേരളത്തിൽ വന്ന് ഇസ്ലാമിക ദഅവത്തിന് നേതൃത്വം നൽകി. അങ്ങനെ മമ്പറം തങ്ങളാവട്ടെ, വെളിയങ്കോട്ട് ഉമർക്കാളിയാകട്ടെ, ഈ പൊന്നാനിയിലെ പ്രഗത്ഭരായ 32ഓളം മഖ്ദൂമുമാർ, ഒന്നും രണ്ടും മഖ്ദൂമുമാരല്ല, 32ഓളം വരുന്ന മഖ്ദൂമുമാർ തലമുറകൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ കൈമാറി വരികയായിരുന്നു. അങ്ങനെ 32ാമത്തെ ആളും ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് നാം ജീവിക്കുന്ന നമ്മുടെ ഭാരതത്തിന്റെ മണ്ണ് ബ്രിട്ടീഷുകാരന്റെ കിരാതഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ദയനീയമായ സാഹചര്യമുണ്ടായത്. അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യം തിരിച്ചുപിടിക്കാൻ വളരെ ഉത്സാഹം കാണിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, പല കാരണങ്ങളിൽ ഒരു കാരണം നഷ്ടപ്പെട്ടത് നമ്മിൽ നിന്നാണ്. രാജ്യം നഷ്ടപ്പെട്ടത് നമ്മിൽ നിന്നായതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണമെന്ന മറ്റു പല കാരണങ്ങൾ ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു കാരണമെന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടത് നമ്മിൽ നിന്നായതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ നമ്മൾ ഉത്സാഹത്തോടുകൂടി മുൻപന്തിയിലുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതാവട്ടെ, ആ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരിൽ പലരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തുന്നതിനാവശ്യമായ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വളരെ തന്ത്രപരമായി ചില ആളുകൾ അമിതമായി അതിൽ ഇടപെട്ട് പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ പക്വമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നേതൃത്വം നൽകാൻ രണ്ട് രീതിയിലുണ്ട്. അങ്ങനെ നേതൃത്വം നൽകിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ട പ്രധാനിയാണ് മഹാനായ ശൈഖുനാ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്ക് സഹായം നൽകുന്നല്ലെങ്കിൽ ഈ ആശയവുമായി പ്രവർത്തിച്ച മറ്റു പലരുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു കെ എം മൗലവി. ഞാനത് വിശദീകരിക്കുകയല്ല, നിങ്ങൾക്കറിയാം. ഉൽബുദ്ധ സദസ്സാൻ കെ എം മൗലവി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ഈ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക്, ലഹളകൾക്ക്, മലബാർ ലഹളക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ആളുകളെ മുഴുവനും ബ്രിട്ടീഷ് പട്ടാളം അവരെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അവരെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാങ്ങിൽ ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ പല നിലക്കും മാറുകയും വളരെ ആത്മാർത്ഥമായി, വളരെ കൃത്യമായി, പക്വമായി, തന്ത്രപരമായി കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്ത ആ സമയത്ത് കെ എം മൗലവി നേരെ പേടിച്ച് നാട് വിട്ടു തിരുവിതാംകൂറിലേക്ക്. അവിടെ കുറെ മൗലവിമാർ വേറെ ഉണ്ടായിരുന്നു. കെ എം മൗലവി അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടു. രണ്ട് കുടുംബക്കാർ, പണക്കാർ തമ്മിൽ പണക്കുണ്ടായിരുന്നു. ആ പണക്കൊക്കെ തീർത്ത് മസലത്തൊക്കെ ആക്കി അതിൽ അവിടെ ചെന്ന് നല്ല പിള്ള ചമയാനുള്ള അവസരം കിട്ടി. ആ അവസരം ദുരുപയോഗം ചെയ്തു. ഒടുവിൽ വക്കം മൗലവിയുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു. അയാളാണെങ്കിൽ ഒരു പുത്തനാശയക്കാരൻ. ആ വക്കം മൗലവിയിൽ നിന്നുള്ള പുത്തനാശയത്തിന്റെ വിത്ത് ഇവരിലേക്ക് പകർന്നു. ഏതാവട്ടെ അവിടെ ഒരു മസലത്ത് കമ്മിറ്റി ഉണ്ടാക്കി അവിടെ ഒരു സമ്മേളനമൊക്കെ നടത്താൻ തീരുമാനിച്ചു. ആ ഒരു അവസരം ഞാനതൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. ആ ഒരവസരം ഈ കെ എം മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മലബാറിലേക്ക് വരികയാണ്. മലബാറിൽ വന്നിട്ട് അവർ പുതിയ ആശയവുമായി കടന്നു വരുന്നത്. നൂറ്റാണ്ട് ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് ഇവർ ജനങ്ങളെ സമീപിച്ചു. അവരുടെ വേഷം പരിഷ്കാര വേഷം, ഭാഷയോ സാഹിത്യം, അവരുടെ ശൈലി, പ്രത്യേക ശൈലി. ആ ശൈലിയിൽ വന്ന് ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം പുതിയ ആശയങ്ങൾ പങ്കുവെക്കുന്നു. അവർ പറയുന്നു, ഇസ്തിഗാസ പാടില്ല, തവസ്സുൽ പാടില്ല, മന്ത്രം പാടില്ല, ഉറുക്ക് പാടില്ല, കുത്തുബിയത്ത് പാടില്ല, കുത്തുബ അറബി ഭാഷയിൽ പാടില്ല, നിസ്കാരശേഷം പ്രാർത്ഥന പാടില്ല, കുനൂത്ത് പാടില്ല, പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ പാടില്ല. ഇങ്ങനെ പാടില്ലകളുടെ ഒരു മാലപ്പടക്കം. കുറേ പാടില്ല. ഇതുവരെ ചെയ്തു വന്ന നല്ല കാര്യമൊന്നും പാടില്ല. ഒന്നോ രണ്ടോ കാര്യമില്ല, ഏതാണ്ട് 172ഓളം ഭിന്നാഭിപ്രായങ്ങളുടെ ഒരു കൂമ്പാരം പേറി ഇവര് സമൂഹത്തിനിടയിൽ വന്ന് പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവെച്ചപ്പോ സാധാരണക്കാരായ ആളുകൾ അതിലൊരു ശരിയുണ്ടല്ലോ എന്നൊരു ധാരണ അവരിലേക്ക് കടന്നു വരികയാണ്. അവരും ശങ്കിക്കുകയാണ്. ആ ആശങ്ക വളരെ പ്രയാസമാവുകയാണ്. ഈ ഒരു അവസരം കേരളത്തിലുണ്ടായപ്പോഴാ സടകുടഞ്ഞെഴുന്നേറ്റത് ഉഹ്റവിയായ പണ്ഡിതന്മാർ കോഴിക്കോട്ടെ മുദാക്കര പള്ളിയിൽ യോഗം ചേരുകയാണ്. പണ്ഡിതന്മാർ അവർ ആലോചിച്ചു. കുറെയൊക്കെ സ്വന്തമായി അവർ ചെന്ന് പല സ്ഥലങ്ങളിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. പക്ഷെ അത് പോരാന്ന് തോന്നിയപ്പോ കോഴിക്കോട്ടെ മുദാക്കര പള്ളിയിൽ യോഗം ചേരുകയാണ് പണ്ഡിതന്മാർ. ഏതാണ്ട് 1925 സംഭവം. അവിടെ യോഗം ചേർന്നിട്ട് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി നമുക്കൊരു സംഘമായി വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, ആ ഒരു അവസരത്തിൽ ആ അവസ്ഥ ഉപയോഗപ്പെടുത്തി
മഹാന്മാർ യോഗം ചേർന്നു, ഇതിനൊരു പരിഹാരം വേണം. അങ്ങനെ പരിഹാരം ആലോചിച്ച് ഒടുവിൽ ഒരു സംഘടനയുണ്ടാക്കി, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ. ആ സംഘടനയ്ക്കു കീഴിൽ 5ഓളം സ്ഥലങ്ങളിൽ, ചാലിയം, വളാഞ്ചേരി, മഞ്ചേരി പോലത്തെ ഏതാണ്ട് 4-5 സ്ഥലങ്ങളിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്തിൽ സമ്മേളനങ്ങൾ നിശ്ചയിച്ചു. സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലേക്ക് ആളുകൾ, കാരണം ഉസ്താദുമാർ വിളിക്കാൻ, ഉസ്താദുമാർ വിളിക്കുന്നു, പോകാം എന്ന് പറഞ്ഞ് കൂലം കുത്തി മനുഷ്യന്മാർ മുഴുവൻ ഒഴുകിയെത്തുകയാണ്. കാരണം ആകെ പ്രശ്നമാക്കി വെച്ചിട്ടുണ്ട്. ഇവര് വന്നിട്ട് ആകെ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങളാകെ പ്രശ്നത്തിലാണ്. അവർക്കൊരാശ്വാസം കിട്ടുകയാണ്. ഓടിച്ചെന്നു സമ്മേളനമുണ്ടെന്ന് കേട്ടപ്പോ ഉസ്താദുമാർ, ഉഖ്റവിയായ പണ്ഡിതന്മാർ സത്യാവസ്ഥ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ തെറ്റിദ്ധാരണ തിരുത്താൻ സാധിച്ചു. കൊല്ലം ഒന്നായി. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ എന്ന വരക്കലുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇതൊന്നുകൂടി വിപുലീകരിക്കണമെന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. നേരെ മഹാനായ ശൈഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വിളിച്ച് വരക്കലുപ്പാപ്പ പറഞ്ഞു, പ്രിയപ്പെട്ട പാങ്ങിൽ ഉസ്താദ്, പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദിനോട് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പറഞ്ഞു, ഇത് നമുക്ക് വിപുലീകരിക്കണം. ഇതിങ്ങനെ ചെറിയൊരു സംഘടനയായി പോരാ. മലബാറിലെയും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരെല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇതൊന്ന് വിശാലമാക്കണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ പണ്ഡിതന്മാരെ, എത്ര പണ്ഡിതന്മാരെ കിട്ടും, നിങ്ങളൊന്ന് പോകണം, ഒരു 40 പണ്ഡിതന്മാരെ തെരഞ്ഞു പിടിക്കണം എന്ന് പറഞ്ഞ് പാങ്ങിൽ ഉസ്താദിനെ വരക്കൽ ഉപ്പാപ്പ ഉത്തരവാദിത്തമേൽപ്പിച്ചു. മഹാനായ ശൈഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നേരെ ചെന്നത് മലപ്പുറം ജില്ലയിലെ വാളക്കുളത്തെ പുതുപ്പറമ്പിലാണ്. പുതുപ്പറമ്പിൽ ചെന്നു. അവിടെയുണ്ട് ഒരു ഉസ്താദ്. അത് പാങ്ങിൽ ഉസ്താദിന്റെ ഷെയ്ഖാൻ, അവിടുത്തെ ഉസ്താദാണ്, അതോടൊപ്പം ഷെയ്ഖുമാണ്. അത് മഹാനായ മറ്റാരുമല്ല, കോയാമുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ കോയാമുട്ടി മുസ്ലിയാരുടെ അടുക്കൽ ചെന്നിട്ട് പാങ്ങിൽ ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദെ, ഞാനൊരു പുതിയ ദൗത്യവുമായി ഇറങ്ങിയിരിക്കുകയാണ്. എന്നെ വരക്കൽ ഉപ്പാപ്പ പറഞ്ഞു വിട്ടതാണ്, വല്ലാത്തൊരു ദൗത്യമാണ്. ഈ വിഷയം അവതരിപ്പിച്ചു. മഹാനായ കോയാമുട്ടി മുസ്ലിയാർ പറഞ്ഞു, എങ്കിൽ പാങ്ങെ, നിങ്ങൾ ഒന്നും ബേജാറാകണ്ട, നല്ല ലക്ഷ്യമാണ്, നല്ല ലക്ഷ്യമാണ്. അവിടുന്ന് ദുആ ചെയ്തു, എല്ലാ പ്രോത്സാഹനവും നൽകി. ഒടുവിൽ ഒരു സംഖ്യയും എടുത്തിട്ട് ആ പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞ് നീക്കിവെച്ച് ഒടുവിൽ കോയാമുട്ടി മുസ്ലിയാർ പറഞ്ഞു, ഞാൻ വയസ്സനാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് നിങ്ങളെ കൂടെ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയില്ല. പകരം എന്റെ മകൻ ഭാര്യയുണ്ട് ഇവിടെ, ഭാര്യയെ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പാങ്ങിൽ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പാങ്ങിൽ ഉസ്താദും അബ്ദുൽ ബാരി ഉസ്താദും കൂടി ഇറങ്ങുകയാണ്. ഓരോ മഹല്ലത്തിലും ചെല്ലുകയാണ്. ഓരോ മഹല്ലത്തിൽ ചെന്നിട്ട് അവിടുത്തെ ഉസ്താദുമാരെ കാണുന്നു. ഉസ്താദിനോട് ചോദിക്കുന്നു, നിങ്ങൾ അറിവിലുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ്? അപ്പോൾ ആ ഉസ്താദ് ഞാനാണെന്ന് പറയില്ലല്ലോ. നിങ്ങൾ ആരാ ഉസ്താദ്, നിങ്ങളറിയുന്ന പണ്ഡിതൻ ആരാണ്? അപ്പൊ അത് ഞാൻ തന്നെ എന്ന് പറയില്ലല്ലോ. ആ ഉസ്താദ് അറിയുന്ന വലിയ പണ്ഡിതനെ പറഞ്ഞു കൊടുക്കുന്നു. ആ പണ്ഡിതന്റെ അടുക്കലേക്ക് രണ്ടുപേരും പോകുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങളറിയുന്ന പണ്ഡിതൻ ആരാണ്? അപ്പൊ അവര് പറയുന്നു, മറ്റൊരാളെ പേര് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ഉസ്താദ് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഇൽമുള്ള ഉഖ്റവിയായ ആലിം ഇയാളാണ്. അയാളരികിലേക്ക് പോകുന്നു രണ്ടുപേരും. അവരോട് ചോദിക്കുന്നു, നിങ്ങളറിയുന്ന പണ്ഡിതന്മാർ ആരാണ്? ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ 40 പണ്ഡിതന്മാരെ കണ്ടെത്തി. കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള 40 പണ്ഡിതന്മാര്. അവരോട് പറഞ്ഞു, 1926 ജൂൺ 26-ാം തീയതി കോഴിക്കോട്ടെ ടൗൺ ഹാളിലേക്ക് നിങ്ങളെ വരക്കലുപ്പാപ്പ ക്ഷണിക്കുന്നുണ്ട്, വരണം. ആ ദിവസം വന്നു. 1920 ഒന്ന് പറയാമോ? 1926 ജൂൺ 26 അന്ന് ടൗൺ ഹാളിൽ പണ്ഡിതന്മാരൊത്തുകൂടി. 40 പണ്ഡിതന്മാർ. 40 പണ്ഡിതന്മാരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ ഹാള് 40 പണ്ഡിതന്മാരുണ്ട്, അല്ലെങ്കിൽ ഇത് ടൗൺ ഹാളാണെന്ന് സങ്കല്പിക്കുക. 40 പണ്ഡിതന്മാർ, അത് അവരുടെ പവർ. അതിൽ ഒരു പണ്ഡിതനെ എടുത്താൽ ആ പണ്ഡിതന് പകരം വെക്കാൻ പറ്റിയ മറ്റൊരു പണ്ഡിതൻ ഈ ചുമരിന്റെ പുറത്ത് കേരളത്തിൽ ഏതായാലും ഇല്ല. അതാണ് ആ പവർ. സമസ്തയുടെ ആ ഒന്നാമത്തെ പ്രഥമ മുശാവറ അംഗങ്ങളുടെ പവറാണ്. അന്ന് കേരളത്തിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു പണ്ഡിതൻ, ഇതിൽപ്പെട്ട ഒരാൾക്ക് പകരം വെക്കാൻ മറ്റൊരു പണ്ഡിതൻ കേരളത്തിൽ ഏതായാലും ഇല്ല. ലോകത്ത് എവിടെ ഇല്ലാന്ന് നമ്മൾ അവകാശവാദമൊന്നും പറയണ്ട, നമ്മൾ പേരോടൊന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹക്ക് പോലെ പറയാലോ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആ 40 പണ്ഡിതന്മാരുടെ പവർ അതാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഒരുമിച്ച് തുടങ്ങി, ചർച്ച തുടങ്ങി. ആരാ അതിൽ അധ്യക്ഷനെന്നറിയോ? വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സഹോദരിയുടെ മകനായ സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു.
വലിയ പണ്ഡിതനാണ്. അവരെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് സമയമില്ല. നിങ്ങൾ ചരിത്രം പഠിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ആ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അങ്ങനെ ആ അന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഒടുവിൽ അവർ കുറേ സമയം ചർച്ചയ്ക്ക് ശേഷം ഒരു സംഘടന, നേരത്തെയുള്ള സംഘടന, അതൊന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സമസ്ത, അൽഹംദുലില്ലാ, നമുക്കൊക്കെ വളരെ അനുഗ്രഹമായി അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിക്കഴിഞ്ഞു. എന്റെ സമയം അവസാനിക്കുന്നു. വരി വൈകുന്നേരം വരെ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്ത് ആ ചർച്ചയ്ക്കൊടുവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്ക് രൂപകൽപ്പന നൽകി. അൽഹംദുലില്ലാ, അതിനുശേഷം അതിന്റെ പ്രഥമ പ്രസിഡന്റായി മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. അവിടെ നിന്ന് മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന നടത്തി. ഈ സംഘടനയെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. മാത്രമല്ല, ഇന്നത്തെ അധ്യക്ഷനാണെങ്കിൽ ഇതിന്റെ ഒടുക്കത്തെ അധ്യക്ഷൻ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആക്കണം. ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന, അതിനുവേണ്ടി രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രവർത്തകർക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ നടത്തുകയാണ്. ഞാൻ പെട്ടെന്ന് തീർക്കുന്നു. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒന്നാമത്തെ പ്രസിഡന്റാകുന്നു. 1932 വരക്കൽ ഉപ്പാപ്പ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. രണ്ടാമത്തെ പ്രസിഡന്റായി ശൈഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്കു ശേഷം മൂന്നാമത്തെ പ്രസിഡന്റായി ശൈഖുന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്ക് ശേഷം നാലാമത്തെ പ്രസിഡന്റായി ശൈഖുന കെ സദഖത്തുള്ള മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്കു ശേഷം അഞ്ചാമത്തെ പ്രസിഡന്റായി കടന്നു വന്നത് മഹാനായ ശൈഖുന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അറിയണം. നമുക്കറിയാം, നമുക്ക് പരിചയമുണ്ട്, അല്ലേ? കണ്ണിയത്ത് ഉസ്താദിന് പരിചയമുണ്ട്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹ്. എന്റെ ഈ വയറ്റിൽ ഹറാം എന്നല്ല പറഞ്ഞത്, ഹറാം കലർന്ന ഭക്ഷണം പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ച റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടെയും അവസാനിക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ 2 തവണ ആരംഭപ്പൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹ്. ഇപ്പതൊന്നും പറഞ്ഞുകൂടാ, അത് മറ്റേ ആള് കണ്ട സ്വപ്നമല്ല കേട്ടോ. നമ്മൾ അഖിലലോക സ്വപ്നജീവില്ലേ പകര, അല്ലേ? ഇപ്പൊ ഈ അടുത്തായിട്ട് സകല അണ്ടനും അടകോടനും കാണലോട് കാണലാ. സ്വപ്നം ആരെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയതയെ നമുക്ക് പരിചയമുണ്ട്. അയാൾ കണ്ട സ്വപ്നം ഇപ്പോ ഇതുകൊണ്ടുള്ള പ്രത്യാഘാതം എന്താണെന്നറിയോ? നമുക്കൊരു കറാമത്ത് അല്ലെങ്കിൽ മഹാരഥന്മാർ ഇവിടെ കാണിച്ചു തന്ന, അവർ പ്രവർത്തിച്ച് കാണിച്ചു തന്ന അവരുടെ ആ അനുഭവ കഥകൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ പകരെ പോലെയുള്ള പണ്ഡിത വേഷധാരികളുടെ വൃത്തികെട്ട സ്വഭാവം കാരണം സുന്നത്ത് ജമാഅത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതുപോലെയുള്ള സ്വപ്നങ്ങൾ അല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അത്ര മഹത്വമുള്ള ഒരുപാട് പറയാനുള്ള ആ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ എത്രാമത്തെ പ്രസിഡന്റാ? 5ാമത്തെ പ്രസിഡന്റാണ്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പവർ എന്ന് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ജനനം 1900-ലാണ്, മരണം 1993-ലാണ്. ഇപ്പൊ എത്ര വയസ്സ് ജീവിച്ചു? 93 വയസ്സ്. സമസ്ത രൂപീകരിക്കുന്നത് 1926 ജൂൺ 26-ാം തീയതിയാണ്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രായം 26 വയസ്സ്. ആ 26 വയസ്സ് മാത്രം പ്രായമുള്ള കണ്ണിയത്ത് ഉസ്താദ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ പകരം വെക്കാനില്ലാത്ത 40 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയപ്പോ ആ 40 അംഗ പണ്ഡിത സഭയിലെ 26ാമത്തെ അംഗമാണ് കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 26 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ 26 വയസ്സായ ആളുകളും ചിന്തിച്ചു നോക്കൂ,
നമ്മളാ പ്രായത്തിൽ കണ്ണിയത്ത് ഉസ്താദ് മുശാവർ അംഗാണ്. വേറെ ആരും കിട്ടാത്തോണ്ടല്ല, കിട്ടിയതിൽ പ്രമുഖനായതുകൊണ്ടാണ്, കിട്ടിയതിൽ പ്രഗത്ഭനായതുകൊണ്ടാണ്. അവിടുത്തെ മാഹാത്മ്യം അന്നത്തെ പണ്ഡിതന്മാർ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ സമസ്തയുടെ പ്രഥമ മുശാവറയിലെ അംഗമാവുകയാണ്. 1967 സമസ്തയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വന്നു കണ്ണിയത്ത് ഉസ്താദ്. പിന്നീട് മരിക്കുന്നതുവരെ 1993 ഈ ലോകത്തോട് വിട പറയുന്നതുവരെ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റാണ്, 5ാമത്തെ പ്രസിഡന്റ്. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ 6ാമത്തെ പ്രസിഡന്റ് മഹാനായ KK അബൂബക്കർ ഹസ്രത്ത് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്കു ശേഷം 7ാമത്തെ പ്രസിഡന്റായി കടന്നു വന്നത് ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞു പോയ 16ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയ 40ലധികം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വിദേശ രാജ്യത്ത് അനൽപമായ ശിഷ്യഗണങ്ങളെ സമ്പാദിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദ്രൂസി അസ്ഹരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരായിരുന്നു KK ഉസ്താദിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റ്. പിന്നീട് സമസ്തയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വന്നത് റഈസുൽ ഉലമാഇ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പൊ എത്രാമത്തെ പ്രസിഡന്റായി? 8ാമത്തെ പ്രസിഡന്റ് അല്ലേ? പിന്നീട് 9ാമത്തെ പ്രസിഡന്റായി ഇന്ന് നമുക്ക് നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ശൈഖുന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ തവ്വലല്ലാഹു അംറഹു. അല്ലാഹു തആല രോഗം ശിഫാക്കി കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മഹാനായ ആനക്കര ഉസ്താദാണ് സമസ്തയുടെ എത്രാമത്തെ പ്രസിഡന്റ്? 9ാമത്തെ. 1926 ജൂൺ 26-ാം തീയതി കോഴിക്കോട്ട് ടൗൺ ഹാളിൽ സമസ്ത രൂപീകരിക്കുമ്പോൾ പ്രഥമ ജനറൽ സെക്രട്ടറി കോഴിക്കോട്ടുകാരൻ പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, 2ാമത്തെ ജനറൽ സെക്രട്ടറി പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. എങ്കിൽ 3ാമത്തെ ജനറൽ സെക്രട്ടറി ആരെന്നറിയുമോ? നമ്മുടെ പ്രഗത്ഭനായ നായകൻ ശൈഖുന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, 3ാമത്തെ ജനറൽ സെക്രട്ടറി. 1926 ജൂൺ 26-ന് സമസ്ത രൂപീകരിക്കുന്ന ആ രൂപീകരണ കൺവെൻഷനിൽ കണ്ണിയത്ത് ഉസ്താദ് പങ്കെടുത്തു എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിൽ അതേ രൂപീകരണ കൺവെൻഷനിൽ പങ്കെടുത്തു മഹാനായ ശൈഖുന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതേ രൂപീകരണ യോഗത്തിൽ. എങ്ങനെ? അന്ന് മുശാവറംഗമായില്ല, മുശാവറാംഗമൊന്നുമായില്ല, പക്ഷേ ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. എങ്ങനെയെന്ന് വെച്ചാൽ ആ 40 പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതൻ ശൈഖുന കോയക്കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അഥവാ ശംസുൽ ഉലമയുടെ പിതാവ് ഉപ്പ അതിൽപ്പെട്ട ഒരാളായിരുന്നു. ആ ഉപ്പ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോട്ട് വെച്ചാണ് രൂപീകരണ കൺവെൻഷൻ എന്നുള്ളത് കൊണ്ട് കോഴിക്കോട്ട് ആ യോഗത്തിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ 9 മക്കളിൽ മൂത്ത മകനായ അബൂബക്കർ എന്ന കുട്ടിയോട് ഉപ്പ പറയാം, മോനെ അബൂബക്കറെ വാ, നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകണം. ഇന്ന് കോഴിക്കോട്ട് കുറെ പണ്ഡിതന്മാർ വരുന്നു, സാദാത്തുക്കൾ വരുന്നു, അതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് കാണാം, അവരെ കൊണ്ട് തന്നെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യാലോ എന്നുദ്ദേശിച്ചുകൊണ്ട് അബൂബക്കർ എന്ന മൂത്ത മകനെ കൈപ്പിടിച്ച് പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ ആ സംഗമത്തിൽ പങ്കെടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അധ്യക്ഷനായ ചെറുകുഞ്ഞിക്കോയ തങ്ങളെയും പ്രസിഡന്റായി ചുമതലയേറ്റ വരക്കലുപ്പാപ്പയും അങ്ങനെ തുടങ്ങി അക്കാലഘട്ടത്തിലുള്ള പ്രഗത്ഭരായ സാദാത്തുക്കളെയൊക്കെ കണ്ണീർ ശംസുൽ ഉലമ 2 കണ്ണുകൊണ്ട് കാണുകയാ ചെറുപ്രായത്തിൽ. അവിടുത്തെ പ്രാർത്ഥനകൾ ആമീൻ പറയാൻ അവിടുത്തെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ സാദാത്തുക്കൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദും ആ സംഗമത്തിൽ, ശംസുൽ ഉലമയും ആ സംഗമത്തിൽ. ബാക്കി നമുക്ക് ആലോചിക്കാനുണ്ട് ഒരുപാട്, നിങ്ങൾ ആലോചിച്ചോളൂ. മഹാനായ ശംസുൽ ഉലമ 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുശാവർ അംഗമായി കടന്നു വരുന്നു. 1957 സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു. 1996 ഒരു തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയം കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശൈഖുന അരികത്തുള്ള ആളുകളോട് യാസീൻ ഓതാൻ കൽപ്പിക്കുന്നു. എല്ലാവരും യാസീനോദി, ശൈഖുനയും യാസീനോദി. യാസീനിലെ 83-ാമത്തെ ആയത്തെന്ന അവസാനത്തെ ആയത്തിന്റെ ഒടുക്ക ഭാഗം വഇലൈഹി തുർജഊൻ എന്നെത്തിയപ്പോ ബാങ്കിന്റെ സുബ്ഹി ബാങ്കിന്റെ മന്ത്രധ്വനി മുഴങ്ങുന്നു. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നു, ബാങ്കിന് ജവാബ് നൽകുന്നു, എല്ലാവരും നൽകുന്നു, ശൈഖുനയും നൽകുന്നു. ഒടുക്കം പരിശുദ്ധമായ ബാങ്കിന്റെ ഒടുക്കത്തെ കലിമത്തും ലോക മുസൽമാന്റെ മുദ്രാവാക്യവുമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പള്ളി മിനാരത്തിൽ നിന്നും മുഴങ്ങിക്കേട്ടപ്പോൾ അതിന്റെ പ്രത്യുത്തരമായി കൊണ്ടെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോൾ
ശൈഖുനാ ശംസുൽ ഉലമയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി പുഞ്ചിരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി ശൈഖുനാ ശംസുൽ ഉലമ. അതുവരെ 39 കൊല്ലം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നമുക്ക് നായകത്വം നൽകി ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 83 ആയത്താണ് സൂറത്ത് യാസീനെങ്കിൽ ശംസുൽ ഉലമയുടെ വയസ്സും 83 ആ ശംസുൽ ഉലമക്ക് ശേഷം സമസ്തയുടെ 4ാമത്തെ ജനറൽ സെക്രട്ടറിയായി ഇന്ന് നമുക്ക് നായകത്വം നൽകുന്നത് മുസ്ലിം കേരളത്തിന്റെ അവസാന വാക്ക് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഖവ്വലല്ലാഹു അംറഹ്. അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, പ്രത്യേകമായി മനക്കരുത്ത് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് 4ാമത്തെ ജനറൽ സെക്രട്ടറി. ഞാൻ പറഞ്ഞു വന്നത് 9ാമത്തെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, 4ാമത്തെ ജനറൽ സെക്രട്ടറി ശൈഖുനാ ചെറുശ്ശേരി സൈനുൽ ഉലമ സൈനുദ്ദീൻ മുസ്ലിയാർ. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴിയാണ്. അല്ലാഹ് അവിടുന്ന് ജിബ്രീൽ വഴി പ്രവാചകന്മാരിലെത്തിയ ഇസ്ലാം അന്ത്യപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷക്കാലം കൊണ്ട് പ്രവാചകനാൽ അല്ലാഹു സമ്പൂർണ്ണമാക്കിയ ഇസ്ലാം, അവിടുത്തെ അച്ചടക്കത്തിന്റെ പടച്ചട്ട അണിഞ്ഞ അനുചരന്മാരായ സ്വഹാബി വൃന്ദം ലോകത്തിന്റെ നാനാ ദിക്കുകളിലും പ്രചരിപ്പിച്ച ഇസ്ലാം, കേരളത്തിലെത്തിയ പരിശുദ്ധ ഇസ്ലാം തലമുറകൾക്ക് യാതൊരു മാറ്റത്തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ നുകർന്നുകൊടുത്ത കൈമാറിപ്പോന്ന പരിശുദ്ധ ഇസ്ലാം വെളിയങ്കോട്ട് ഉമർ ഖാദിയും മമ്പുറം തങ്ങളെപ്പോലെ ഒരുപാട് സാദാത്തുക്കളെ പോലെ പൊന്നാനിയിലെ മഖ്ദൂമും പോലെ അവർ തലമുറകൾക്ക് കൈമാറി വന്ന് 32ാമത്തെ മഖ്ദൂമും ഈ ലോകത്തോട് വിട പറഞ്ഞതിന്റെ പിറകെ മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഞാനിതുവരെ എണ്ണിപ്പറഞ്ഞ പ്രഗത്ഭരായ പണ്ഡിതന്മാരിലൂടെ ഇന്ന് ആനക്കര കോയക്കുട്ടി ഉസ്താദിലും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളിലും എത്തിയിരിക്കുന്ന ആ യഥാർത്ഥ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, ജമാഅത്തെ ഇസ്ലാമി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, തബ്ലീഗ് ജമാഅത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങളായി കിടക്കുന്ന ഒരുപാട് തരീക്കത്തുകളാണ്. കുറെ കള്ള ശൈഖന്മാർ, കുറെ കള്ള തരീക്കത്തുകൾ അല്ലെ, മുട്ടിന് ഖലീഫമാരൊക്കെ നിയമിച്ചുകൊണ്ട് ഒരുപാട് തരീക്കത്തുകളാണ്. അങ്ങനെയുള്ള ഒരുപാട് കള്ള തരീക്കത്തുകൾ. നല്ല തരീക്കത്തുകളുണ്ട്, എല്ലാ തരീക്കത്തും മോശമല്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠനം നടത്തി ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുള്ള തരീക്കത്തുകളുണ്ട്. അത് പഴച്ച തരീക്കത്താണ്. അത്ര അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ല. എന്നാൽ സമസ്തയുടെ അകത്തു നിന്നും പുറത്തുപോയ ആൾക്കാർ സാധാരണ ഒരുപാടുണ്ട് അല്ലേ. പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബികൾ, ഒരുപാട് സഹാബികളുണ്ട് കൂടെ. ആ സഹാബികളിൽ ഒരു 5-6 ആൾക്കാർ ഫിത്നയായിട്ട് വന്നു. ഒരാളുടെ തലപ്പത്തുള്ള ആളെ പേര് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അല്ലേ. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്നാണ് ആ സംഘത്തിന്റെ 6 ആൾ ഫിത്ന അക്കാലത്തുണ്ടായി. അതിന്റെ തലപ്പത്തുള്ള ആളെ പേരാണ്. അയാളിങ്ങനെ മുനാഫിക്കാണെന്ന് ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട്. കാരണം നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടിയിട്ട് ഒറ്റ കൊടുക്കുന്ന ചാരനാണോ, മീർ ജാഫർമാരോ മീർ സാദിഖുമാരോ ഒക്കെ ആണോ എന്നൊരു സംശയം. ആനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ സഹാബികൾ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അബ്ദുള്ള ഒരാത്മീയ ചൂഷണം നടത്തുന്ന ആളാണോ, ഡൗട്ടുണ്ട് നബിയെ, തട്ടിപ്പുകാരനാണോ, സംശയമുണ്ട് നബിയെ, സംഗതി നല്ല പ്രഭാഷകനും നല്ല സ്വഭാവമുള്ള ആളൊക്കെയാണ്, പക്ഷെ ഞങ്ങൾക്ക് സംശയമുണ്ട് നബിയെ എന്ന് നബി തങ്ങളുടെ അടുക്കൽ ചെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള ആളുകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവിടെ ചെന്ന് പരാതിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിഷയാക്കണ്ട, നമുക്ക് പിശാക്കണ്ട, ഇപ്പൊ പ്രശ്നാക്കണ്ട, പുകഞ്ഞ പൊള്ളി പുറത്താണ്, അതുകൊണ്ട് ആവശ്യം വരുമ്പോ പുറത്തു പോയിക്കോളും, വിഷയമാക്കണ്ട എന്ന് പ്രവാചകൻ ആശ്വസിപ്പിച്ചു. അവർക്ക് വിശ്വാസമല്ല, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള ആളുകൾക്കൊന്നും വിശ്വാസമല്ല. എന്നാലും പ്രവാചകൻ അങ്ങനെ അടക്കി വെച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ വളരെ ആദരവോടെ പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. തിരുമേനിയോട് അപേക്ഷിക്കുന്നു, നബിയെ, ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊന്നിനല്ല, ഒരു ഇനാഗ്രേഷൻ ഉണ്ട്, ഒരു ഉദ്ഘാടനം, ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. വരാതെ എന്താണ് ഫംഗ്ഷൻ, എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോ ഈ അബ്ദുള്ള പറയാണ്, മറ്റൊന്നല്ല നബിയെ, ഞാനൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്,
ആ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ നിങ്ങളൊന്ന് വരണം എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ നബി തങ്ങൾ ഇങ്ങനെ അന്തം വിട്ടു. ഞാനറിയാതൊരു പള്ളിയോ? പ്രവാചകൻ അറിയാത്തൊരു പള്ളി, നമുക്ക് ബന്ധമില്ലാത്തൊരു പള്ളിയോ? പക്ഷേ പള്ളിയാണല്ലോ അള്ളാഹ്ക്ക് അവന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണല്ലോ. പള്ളി ആയതുകൊണ്ട് പോകാതിരിക്കാനും വയ്യ. പക്ഷെ നമ്മളറിയാത്തൊരു സംഭവമായതുകൊണ്ട് ഇതിന്റെ അവസ്ഥ എന്താന്ന് തിരിയാത്തൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിയേ, അത് പള്ളിയാ, നിങ്ങൾ നോക്കണ്ട, പോകാൻ പാടില്ല. അത് ളിറാർ, മസ്ജിദുൽ ളിറാർ, ഫിത്നയുടെ പള്ളിയാണ് എന്ന് പറഞ്ഞപ്പോ നബിക്ക് സമാധാനായി. അങ്ങനെ 5-6 ആൾക്കാരായി ഇന്ന് പുറത്താക്കി. ഇനി ആ സംഭവം അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കൂ. ഇതിനൊക്കെ പാരമ്പര്യണ്ടേ, കൂടുതൽ സ്വീകരിക്കേണ്ടതില്ലല്ലോ. പള്ളിയാണല്ലോ എന്ന് കരുതേണ്ട. അബ്ദുള്ള കൊണ്ടുവന്നത് ഇസ്ലാമിനല്ലെങ്കിൽ പ്രവാചകർക്കെതിരിൽ കൊണ്ടുവന്നത് അമ്പലമല്ല, ചർച്ചല്ല, മറിച്ച് പള്ളിയാണ്. ഞങ്ങൾ അത്ര പള്ളി ഉണ്ടാക്കിയില്ല, ഇത്ര പള്ളി ഉണ്ടാക്കിയില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാം, മസ്ജിദുൽ ളിറാർ ആണോ പരിശോധിക്കേണ്ടതാണ്. ഞാനൊക്കെ മസ്ജിദാറാന്ന് പറഞ്ഞത് വിവാദം ഉണ്ടാക്കാനും പോകേണ്ട, പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ കാര്യമൊന്നല്ല, പണ്ടേ ഉള്ളതാ. അപ്പൊ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ ഇനിയുണ്ടാകാം, ഇപ്പോഴുണ്ടാകാം, ഇനിയും ഉണ്ടാകാം. പ്രശ്നം എന്ന് പറയുന്നത് ശംസുല്ല പറഞ്ഞതുപോലെ ഹക്കുള്ളിടത്തൊക്കെ ബാത്തിലുണ്ടാവുമല്ലോ. ഒറിജിനൽ ഉള്ളിടത്തല്ലേ ഡ്യൂപ്ലിക്കറ്റിന് മാർക്കറ്റുള്ളൂ. ഒറിജിനൽ ഇല്ലെങ്കിൽ പിന്നെ ഡ്യൂപ്ലിക്കറ്റ് ഇല്ലല്ലോ. അപ്പൊ ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കറ്റും ഉണ്ടാകും. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഇവിടുത്തെ വിഷയം എന്താണ്? ഞാൻ അവസാനിപ്പിക്കുന്ന ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയം വൈകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഒരു കാലത്ത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അതിന്റെ പേരിൽ ചില ആൾ കെ സദഖത്തുള്ള മുസ്ലിയാർ, പ്രസിഡന്റായിരുന്ന കെ സദഖത്തുള്ള മുസ്ലിയാർ മാന്യമായി രാജിവെച്ച് പുറത്തുപോയി വേറെ സംഘടന ഉണ്ടാക്കി. അത് സമസ്തക്ക് ഏശിയിട്ടില്ല. സമസ്തക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. പ്രസിഡന്റ് തന്നെ പോയി വേറെ പാർട്ടി ഉണ്ടാക്കി. പിന്നല്ലേ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പോയിട്ടുണ്ടാക്കല്. അതൊരു വിഷയമായി വന്നിട്ടില്ല. സമസ്തന്റെ പ്രസിഡന്റ് പോയി വേറെ സംസ്ഥാന എന്ന വേറൊരു സംഘടന ഉണ്ടാക്കി, ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് ഇവിടെ ഉണ്ടായി കുറെ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ നാട്ടിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. നീള താടി, നല്ല ഡ്രസ്സ്, നല്ല കുപ്പായം, നീള കുപ്പായം, തൊപ്പിയൊക്കെ ധരിച്ചിട്ട് വലിയൊരു ചാക്കും കെട്ടുണ്ടാവും, കയ്യായിരം നിറച്ചും കുറെ സ്റ്റൗവും ചെമ്പും പാത്രമൊക്കെ ആയിട്ട് ഒരു ടീം ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടോ ഓരോ നാട്ടിലും ഉണ്ടാവും കൂതറകള്. അങ്ങനെ കൂതറകൾ ആൾക്കാർ ചെന്നിട്ട് കള്ളും കുടിച്ച് വളരെ അലമ്പായി നടക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിന്റെ അടുക്കലേക്ക് വെച്ചിരുന്നു, അസ്സലാമു അലൈക്കും, എന്തൊക്കെ മോനെ വർത്താനം, വീട്ടിലൊക്കെ സുഖം തന്നെയല്ലേ, ഭാര്യക്കും മക്കൾക്കും എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് അവരങ്ങനെ മനസ്സൊക്കെ മയക്കിയെടുത്ത് നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോണ്ടേ, ഞങ്ങൾക്ക് ജീവിച്ചാൽ മതിയോ, നല്ല ദഅവത്ത്. മഗ്‌രിബിന്റെ സമയമാകുമ്പോ പള്ളിയിലേക്ക് ഒരു ക്ഷണിച്ച് ഈ ചെക്കന്മാരൊക്കെ നമ്മൾ സലാം വീട്ടി വേക്കോട്ട് നോക്കുമ്പോൾ പടച്ചിറപ്പ് ഇവരൊക്കെ ഇപ്പൊ പള്ളി പോകുന്നത്, നമ്മളൊക്കെ പുരേ പോണ്ടേ കോലം. ആ ഒരവസരത്തിൽ എല്ലാവരും ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് ദഅവത്തായിട്ട് തുടങ്ങി. ആളുകളൊക്കെ ഇവരുടെ ശ്ലാഘിക്കാൻ തുടങ്ങി. അത്തരം ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ പ്രയാസപ്പെട്ടു വന്നല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അവസരം വന്നപ്പോ നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെക്കുറിച്ച് ആലോചിച്ചു. എന്താ ഇപ്പൊ ചെയ്യാ, എന്താ അതിന്റെ അവസ്ഥ, അതിനെക്കുറിച്ച് പഠിച്ചു. പഠിക്കൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതിലെ ഭരണഘടന പരിശോധിക്കണമല്ലോ. ഏതൊരു സംഘടനയാണെങ്കിലും അതിന്റെ ഭരണഘടന പരിശോധിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് ഒരാൾക്ക് പഠിക്കണമെങ്കിൽ അതിന്റെ ഭരണഘടന പരിശോധിക്കണം. അതിലെന്താ പറഞ്ഞത്, അതനുസരിച്ചുകൊണ്ടായിരിക്കണം ആ സംഘടന വിലയിരുത്തേണ്ടത്. അപ്പൊ ഇവരെന്ത് പറയുന്നു എന്നതല്ല, അവരുടെ ഭരണഘടന എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ ഒരു വിഭാഗം പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുന്നു. അവർ അതിനെക്കുറിച്ച് പഠിക്കുന്നു. പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അതിലുണ്ടായിരുന്നു പണ്ടത്തെ പോണ ഇപ്പൊ ഉണ്ടായതുപോലെ ഒരു പകൽ അതിലുണ്ടായിരുന്നു. തബില് സ്വപ്നം കാണാനായിട്ട് ഇല്യാസ് ഗാംഗോഹിയോ മറ്റോ പേരുള്ള ഒരാൾ, അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെയാണ് അത്ര വഹി കിട്ടുന്നത്. അപ്പൊ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തലയിൽ എണ്ണ തേച്ച് കിടന്നുറങ്ങുമായിരുന്നു അയാൾ. അങ്ങനത്തെ മനുഷ്യനാ. ഏതാവട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ആ തബ്ലീഗ് ജമാഅത്ത് പ്രേച്ച പ്രസ്ഥാനമാണെന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു. സമസ്ത കേരള ജമിയത്ത് പ്രഖ്യാപിച്ചു. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു അത് ശരിയായില്ല, നിങ്ങൾ നല്ല കുറെ ആൾക്കാർ നന്നാക്കല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു എതിർത്തേ ശരിയായില്ല, സമസ്തന്റെ ആ തീരുമാനം ശരിയായില്ല എന്ന് അവർക്കൊരു പ്രയാസം, അവർക്ക് വല്ലാത്തൊരു പ്രയാസം വന്ന സമയത്ത് അവർ കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടി വേറൊരു സംഘടന ഉണ്ടാക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതേ പേര് സമസ്ത എന്നുള്ളടത്ത് അഖിലാന്നാക്കി.
അഖില കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെ വേറൊരു സംഘടന അവരുണ്ടാക്കി. പക്ഷെ അത് പിരിച്ചുവിടാൻ പോലും ആളില്ലാതെ എവിടെയോ അങ്ങ് ഇല്ലാതായി പോയതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിൽ പെട്ട ഒരാളായിരുന്നു ആ സംഘടന ഉണ്ടാക്കാൻ അതിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ. അയാൾ അതിൽ കയറി നോക്കി. പക്ഷെ അത് ക്ലച്ച് പിടിച്ചില്ല. അങ്ങനെ കുറെ സംഘടന ഉണ്ടാക്കി ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതൊന്നും സമസ്ത കേരള ജമിയത്തുൽമയെ കുറിച്ച് ഒരു ഭീഷണിയുമായിട്ടില്ല. അങ്ങനെ വന്നു. പിന്നെ ആലുവ തരീക്കത്ത് എന്ന സംഭവപ്പെടുത്തുന്നത് അറിയാലോ. അതിനെക്കുറിച്ച് സമസ്ത പഠിച്ചു. അത് പിഴച്ചതാണെന്ന് പറഞ്ഞു. സമസ്തക്കുറിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത് അല്ലെ നമ്മളെ ബോംബെയിലുള്ള ഒരു കളവനല്ലേ എന്നതാ ജാലിയൻവാലാബാഗോ അല്ലെ, ബോംബെയിൽ നമ്മളെന്തോ ഒരു കച്ചവടക്കാരന്, ചോർ ബസാറിലെ ഒരു മുടി കച്ചവടക്കാരന്, അയാളടുത്തുള്ള കുറെ രോമമായിട്ട് ചില ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽമ അതിനെക്കുറിച്ചും പഠിച്ചിട്ട് പറഞ്ഞു, ആയിട്ടില്ല മക്കളെ, വിശ്വസിക്കല്ലേ, അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതുവരെ, അതിന്റെ സനത് അല്ലെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കുന്നത് വരെ നിങ്ങളാരും വഞ്ചിതരാകരുത്. സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ച് സമസ്ത തീരുമാനമെടുത്തു അത് മാറ്റിപ്പറയേണ്ട ഒരു ഗതികേടുണ്ടായിട്ടില്ല, അതുണ്ടാവില്ല. അതിൽപ്പെട്ട ഒരു പ്രശ്ന ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാരെ കഥ. 1974 മൂപ്പർ മുശാവറയിൽ വരുന്നത്. 74 വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ വന്നു. ഞാൻ വരുന്നത് വരെ ഒരു ലേഖനവും എഴുതരുത് എന്ന് ഇവിടുന്ന് അങ്ങോട്ട് കത്തയച്ചു. അതിന്റെ പേരിൽ ഇ കെ ഹസൻ മുസ്ലിയാർ മുശാവറയിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ രോഷാകുലനായി എ പിയെ പുറത്താക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മഹാനായ ശംസുൽ ഉലമ നേരത്തെ പ്രവാചകർ പറഞ്ഞതുപോലെ ആയിട്ടില്ല, നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്നതിൽ അദ്ദേഹത്തെ ആദ്യം ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതൊക്കെ മസ്ലഹത്ത് പറയാൻ വേണ്ടി ഒരുപാട് ആളുകളെ ചുമതലപ്പെടുത്തി. മസ്ലഹത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഓരോ ഡേറ്റിനും മസ്ലഹത്ത് ഒടുക്കം ഒരു മസ്ലഹത്ത് ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ ശൈഖുനാ ശംസുൽ ഉലമ ചോദിച്ചു, എന്തായി മസ്ലഹത്തൊക്കെ എന്തായി? ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയപ്പോ പഞ്ചായത്ത് പറയാൻ മസ്ലഹത്തൊക്കെ എന്തായി ചോദിച്ചപ്പോ ഉള്ളാൾ തങ്ങളപ്പുറത്തും തങ്ങൾ പറഞ്ഞു ഒന്നും ആയിട്ടില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായില്ലേ, ഉള്ളാൾ തങ്ങൾ ഉസ്താദാണ് ശംസുൽ ഉലമ. അപ്പൊ ഉള്ളാൾ തങ്ങൾ പറഞ്ഞു ശംസുൽ ഉലമ ഉസ്താദിനോട് പറഞ്ഞു ഒന്നും ആയിട്ടില്ല, എന്താ ആവാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞു അത് കൂടുതലൊന്നും ചർച്ച ചെയ്യണ്ട ഉസ്താദ്, നിങ്ങൾ ഇവിടെ അങ്ങോട്ട് തീരുമാനിച്ചോളൂ എന്നാണ്. നിങ്ങൾ ഇവിടെ അതിന് അത്രത്തോളം എത്താനുള്ള പ്രശ്നം എന്താ അറിയോ? എറണാകുളത്ത് ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു SYS. ആ SYSൽപ്പെട്ട ചില ആളുകൾ അറിയാതെ, SYSന്റെ മാതൃസംഘടനയാകുന്ന സമസ്ത അറിയാതെ, അപ്പൊ ആ ചില ആളുകൾ മറ്റൊരു സമ്മേളനവും പ്രഖ്യാപിച്ചു. ഒരേ സംഘടനയുടെ പേരിൽ 2 സമ്മേളനങ്ങൾ. അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ വേദനയുണ്ടാക്കി. അതാണ് പ്രശ്നത്തിനുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് മസ്ലഹത്ത് പറയാനുള്ള പശ്ചാത്തലം. ഞാനതൊന്നും വിശദീകരിക്കുകയല്ല, അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഉസ്താദ് പറയട്ടെ ഒരു തീരുമാനം, ഞങ്ങൾ അംഗീകരിക്കും. ശംസുൽ പറഞ്ഞു ഞാൻ അത് പറയാനില്ല, ഞാനത് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ തങ്ങളെന്ന്. അപ്പൊ തങ്ങൾ പറഞ്ഞു അല്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞാൻ തീരുമാനിച്ചാൽ എന്നിങ്ങനെ ശംസുൽ ഉലമ പറഞ്ഞപ്പോ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആ സദസ്സിൽ നിന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഈ ഉസ്താദ് തീരുമാനിച്ചോളൂ, ഉസ്താദിന്റെ തീരുമാനം അംഗീകരിക്കാത്തവർ പുറത്ത് എന്ന് പറഞ്ഞതാരാ? MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അപ്പൊ പിന്നെ നമ്മുടെ ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ എല്ലാ സമയത്തും ഇങ്ങനെ ഒരു ആവേശം ഉണ്ടാക്കുന്ന ആളാണല്ലോ. മൂപ്പർ ആവേശത്തോടെ പറഞ്ഞു ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. ശൈഖുനാ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ആ യോഗത്തിൽ വെച്ച് കാന്തപുരം ബിസ്മില്ലാ ചൊല്ലി ശംസുൽ ഉലമയ്ക്ക് പറയാനുള്ള തുടക്കമിടാനുള്ള ഒരു അവസരം കൊടുത്തു. അപ്പൊ എല്ലാരും പറഞ്ഞോളൂ. അപ്പോൾ ശംസുൽ പറഞ്ഞു എങ്കിൽ ഞാൻ പറയാം, 2 സമ്മേളനവും നിർത്തിവെക്കണം, 2 സമ്മേളനം വെക്കണം, എന്നിട്ട് നമുക്ക് പിന്നെ ഒരു സമ്മേളനം നടത്താം. അപ്പൊ ആരാ ചോദിച്ചു എവിടെ വെച്ച്? അത് എറണാകുളത്ത് തന്നെ. അപ്പൊ വേറൊരു പണ്ഡിതൻ ചോദിച്ചു അല്ല അതിനെന്താ നമ്മൾ പേരിടുക? സുന്നി സമ്മേളനം. അൽഹംദുലില്ലാഹ് എ പി അബൂബക്കർ മുസ്ലിയാർ ഉള്ളാൾ തങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് പ്രശ്നം അവസാനിച്ചു. കേരളം ആശ്വാസകരമായ മനസ്സ് കൈവരിക്കുകയാണ്. കാരണം പണ്ഡിതന്മാർ തമ്മിലൊരു പ്രശ്നമാണ്, അത് തീരുകയാണല്ലോ. അൽഹംദുലില്ലാഹ്. അങ്ങനെ യോഗം കഴിഞ്ഞു. ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ പോകുന്ന സമയത്ത് വലിയൊരു മുഖത്തൊരു സന്തോഷമില്ല. അപ്പൊ ശംസുൽ ഉലമ അല്ലേ പി എന്ത് പോക്കാ പോണത്, ഒന്ന് കൈ തരൂ, നമ്മൾ ഒന്നായില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എ പിയുടെ കൈ പിടിച്ചു കുലുക്കി സന്തോഷത്തോടെ ആ സഭയിൽ നിന്നെല്ലാവരും അറിയിച്ചു. എന്നിട്ട് ശംസുൽ ഉലമ യോഗത്തിൽ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം
നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എറണാകുളം സമ്മേളനത്തിന്റെ ഒരു സ്വാഗത സംഘം കോഴിക്കോട്ടെ സമസ്ത ഓഫീസ് ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ഓഫീസിൽ വെച്ച് നടത്തണം. അതിനെല്ലാവരും അവിടെ വരണം. അവിടെ നമുക്ക് എല്ലാവരും കൂട്ടിയിട്ടുള്ള സ്വാഗത സംഘം ഉണ്ടാക്കും. അൽഹംദുലില്ലാ, ആ തീയതി വന്നു. ശംസുലമയും സദസ്സിലെത്തി. നാട്ടിക ഉസ്താദും എല്ലാവരും ഉണ്ട്, എല്ലാ ആലിമ്യങ്ങളും നേതാക്കന്മാരൊക്കെ എത്തി. പക്ഷേ ജനാബ് എ.പി. അബൂബക്കർ മുസ്ലിയാർ വന്നില്ല, ഉള്ള ആൾ തങ്ങളുമില്ല. അപ്പൊ ശംസുലമ ചോദിച്ചല്ല അവരെവിടെ? അപ്പൊ അവരെ പ്രതിനിധികളായിട്ട് കുറച്ച് ആളുകളുണ്ട്. പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ചില ഗുണ്ടകൾ അവർ വന്നിട്ടുണ്ട്. അവർ വന്നപ്പോ നാട്ടിക സംസ്ഥയുടെ അപ്പുറത്തുണ്ട്. ശംസുലമ ചോദിച്ചു എന്തായെന്ന് ചോദിച്ചു. അപ്പൊ നാട്ടിക പറഞ്ഞു ഞങ്ങൾ ആ സമ്മേളനം വിളിച്ചിരിക്കുന്നു. ഉസ്താദ് പറഞ്ഞില്ലേ അത് വിളിച്ചു, നമുക്ക് സുന്നി സമ്മേളനം പറഞ്ഞ നടത്തല്ലേ, ഓക്കേന്ന്. അപ്പൊ നിങ്ങളാന്ന് ചോദിച്ചോ. പറഞ്ഞു അങ്ങനെ ഒരു സമ്മേളനം നിർത്തിവെക്കാൻ ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ശംസുലമ ചോദിക്കുന്നു, പണ്ഡിതന്മാർ ചോദിക്കുന്നു, അല്ല കഴിഞ്ഞ യോഗത്തിൽ വെച്ച് ഇങ്ങനെ ചർച്ച നടന്നല്ലോ, അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രശ്നം പിടിച്ചൊരവസരം. ശംസുലുലമയുള്ള വേദിയിൽ നാട്ടിക ഉസ്താദിനെയും കെ.ടി. മാനു മുസ്ലിയാരെയും ഒക്കെ വളരെ ചെറിയ അഭിഷേകം ചെയ്തുകൊണ്ട് ഈ വിഭാഗം ആളുകൾ അവിടെ വെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. എന്തിനേറെ മഹാനായ ശൈഖുന ശംസുലുലമക്ക് നേരെ അവിടത്തെ താടി പിടിക്കാൻ പോലും അവരിൽ ചില ആളുകൾ മുതിർന്നുവെന്ന് കേൾക്കുമ്പോ സമസ്തയുടെ അല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചരിത്രത്തിലാദ്യമായി കറുത്ത ദിനമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ശംസുലുലമയുടെ താടി പിടിക്കാൻ പോലും ശ്രമം നടന്ന സംഭവം. ആ ശംസുലുലമക്കും സമസ്തയുടെ ആലിമീങ്ങൾക്കും ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടേണ്ടി വന്നു. ഇനി ഞാൻ പറയട്ടെ, ഇങ്ങനൊക്കെ പ്രശ്നമുണ്ടായി. എന്നിട്ടോ ആ എ.പി. അബൂബക്കർ മുസ്ലിയാർ പിന്നീട് പത്രസമ്മേളനം നടത്തിയതിന്റെ കട്ടിങ് നമ്മളെ കയ്യിലുണ്ടല്ലോ. എ.പി. പറയാൻ എ.പിയുടെ പത്രക്കാർ ചോദിച്ചു, അല്ല സമ്മേളനം വേണ്ടി സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ. അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് പറഞ്ഞു, രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് തൊട്ട പിറകെ മുപ്പർ പറയാൻ അഥവാ രേഖാമൂലം തന്നാൽ തന്നെയും നിർത്തിവെക്കുന്ന പ്രശ്നമില്ല. ധിക്കാരത്തിന്റെ ശബ്ദം. ഒടുവിൽ സമയം കഴിഞ്ഞു, ആ സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽപ്പെട്ട ചില ആളുകൾ പങ്കെടുക്കരുത്, നടത്തരുത് എന്ന സമസ്തയുടെ ആഹ്വാനം നിലനിൽക്കെ ലംഘിച്ചുകൊണ്ട് ചില ആളുകൾ പങ്കെടുത്തപ്പോൾ ഒടുവിൽ അവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അത് മറ്റാരുമല്ല, 6 ആളുകൾ. ആ 6 ആളുകൾ ആരൊക്കെ? ഒന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങളുള്ള ആൾ, 2 ജനാബ് എ.പി. അബൂബക്കർ മുസ്ലിയാർ, 3 എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 4 ചിത്താരി ഹംസ മുസ്ലിയാർ, 5 എ.വി. മാനുപ്പ മുസ്ലിയാർ, 6 അണ്ടോണം മൊയ്തീൻ മുസ്ലിയാർ. ഈ 6 ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയെന്ന് 1989 ഫെബ്രുവരി 18 തീയതി 1989 ഫെബ്രുവരി 18 തീയതി ഇവരെ പുറത്താക്കി. അന്നാരാ സമസ്തയുടെ സെക്രട്ടറി? മഹാനായ ശൈഖുന ശംസുൽ ഉലമ. അത് അന്നായതല്ല, 1957 മുതൽ സമസ്തയുടെ സെക്രട്ടറിയാണ് ശൈഖുന ശംസുൽ ഉലമ. അന്നാരാ സമസ്തയുടെ പ്രസിഡന്റ്? കണ്ണിയത്ത് ഉസ്താദും അന്ന് പ്രസിഡന്റായതല്ല, അതിന്റെ മുമ്പ് 1967 മുതൽ സമസ്തയുടെ പ്രസിഡന്റാണ്. അതോടുകൂടി പ്രസിഡന്റും സെക്രട്ടറിയും രാജിവെച്ച് വീട്ടിൽ പോയി ഇരുന്നിട്ടും ഇല്ല. മറിച്ച് 1993 കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുമ്പോൾ ആ സെക്കൻഡ് വരെ കണ്ണിയത്ത് ഉസ്താദാണ് സമസ്തയുടെ പ്രസിഡന്റ്. 1996 ശൈഖുന ശംസുൽ ഉലമ വഫാത്താകുമ്പോൾ ആ സെക്കൻഡ് വരെ ശംസുൽ ഉലമയാണ് ജനറൽ സെക്രട്ടറി. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെപ്പോൾ ഇപ്പോൾ സാധുക്കൾ എവിടെയില്ല കേട്ടോ, ഇപ്പൊ നിങ്ങൾ എവിടെയില്ല. ഇപ്പോ വല്ലാത്തൊരു കുടുക്കിലാണ്, മിണ്ടാൻ പാടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങളെ മിണ്ടൂല, എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങളും മിണ്ടൂല, ഒരക്ഷരം മിണ്ടൂല. ആ മുടി ചങ്കുടിയ, മിണ്ടാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല, പറയാൻ പറ്റൂല, പറയുമ്പോഴേക്ക് പ്രശ്നമാണ്. ഇപ്പൊ അതിനേക്കാളൊക്കെ വലിയ എടുങ്ങേറ് ഒന്ന് രണ്ട് ആൾക്കാർ ഈ കവലകളിലൊക്കെ ഇറങ്ങി പറയാൻ തുടങ്ങിയിട്ട് വല്ലാത്ത തലവേദന. എന്താ ആളെ പേര്? നമ്മളെ നൗഷാദ് ഹസനില്ലേ, മൂപ്പര് ആഫിദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എസ്എസ്എഫിന്റെ പ്രവർത്തകർ വല്ലാത്ത ആശങ്കയിലാണ്. ഒരു മറുപടി ആരും പറയേ, മറുപടി അതില്ല. അത് നമ്മളെ അജണ്ട ഏതാ ആൾക്കാര് മറുപടിക്ക് വേണ്ടി മാത്രമല്ലേ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ മറുപടി പറയാത്ത ഒരൊറ്റ പ്രസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മിണ്ടാ വരൂല. ഇപ്പൊ തസ്ബീമാനെ പിടിച്ച് വേള അങ്ങനെ പറയാ,
അപ്പൊ സംവാദം ഉണ്ടാവുന്നൊക്കെ നിർത്തി ഒതുങ്ങി കൂടുകയാണ്. ഏതാവട്ടെ ആ സംഘം അത് ഈ മുടികൊണ്ട് കിട്ടിയൊരു വലിയൊരു ഗുണമാണ് ഇപ്പൊ അത്. അവർക്ക് വേറെ പ്രവർത്തനമൊന്നും ഇപ്പൊ ഇല്ല, അങ്ങനെ പോവാണ്, അതങ്ങനെ പോട്ടെ. ഏതാവട്ടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവര് പ്രസംഗിച്ച് നടക്കുന്ന ശൈലി എന്താ അറിയോ? മഹാനായ ശൈഖുനാ കണ്ണാത്ത് ഉസ്താദ് ദീർഘകാലം സമസ്തയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റായി നിലകൊണ്ടിരുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുള്ള ആളായിരുന്നു. ആ കണ്ണീത്ത് ഉസ്താദിന്റെ ശേഷം ഉള്ളാൾ തങ്ങൾ വൈസ് പ്രസിഡന്റായിരുന്നു, ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും. ശൈഖുനാ ശംസുൽ ഉലമ ഞങ്ങളുടെ ഒക്കെ ഉസ്താദാണ്. ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്ത പണ്ഡിതനാണ്. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു തന്ന ശൈഖുനാ ശംസുൽ ഉലമ 39 കൊല്ലക്കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചപ്പോ അവസാന സമയങ്ങളിൽ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി ശൈഖുനാക്ക് ശക്തി പകർന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമയ്ക്ക് ശേഷം സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് അന്നത്തെ ജോയിന്റ് സെക്രട്ടറിയായ കാന്തപുരം വന്നു. എങ്ങനെയുണ്ട് പുതിയ ജനറേഷൻ? ഇത് സത്യാന്ന് ധരിച്ചു വെക്കുകയാണ്. അവിടെ തിരുത്തൽ ആവശ്യമാണ്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, 1989 ഇവരെ പുറത്താക്കിയത്. ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് മോശക്കാരനായതിന്റെ പേരിലല്ല, അപ്പുറത്ത് വേറെ സംഘടന ഉണ്ടാക്കി. ഇപ്പോഴുള്ള ആനക്കര ഉസ്താദ് മോശക്കാരനായ പേരിലല്ല, അപ്പുറത്ത് വേറെ സംഘടന ഉണ്ടാക്കിയത്. പിന്നെ കണ്ണിയത്ത് ഉസ്താദ് മോശക്കാരനായതുകൊണ്ട്, ശംസുൽ ഉലമ മോശക്കാരനായതുകൊണ്ടാണ് അന്ന് വേറെ സംഘടന. അല്ലെങ്കിൽ അത് ശരിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ 6 ആൾക്കാരെ നമ്മൾ പുറത്താക്കി. 6 ആൾക്കാരെ പുറത്താക്കിയ സമയത്ത് ഇവര് ചെയ്ത പണി എന്താ? ഇനി ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഈ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഇവരും ഈ പറയപ്പെട്ട 6 ആളും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? മഹാനായ ശംസുൽ ഉലമയുടെ അരികത്ത് 4 കൊല്ലക്കാലം ദർസിൽ ഓതിപ്പടിച്ച മുത്താലിമാണ് ഉള്ളാൾ തങ്ങൾ. ഉള്ളാൾ തങ്ങൾ ശംസുൽ ഉലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനാണ്. ഇനി ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് ശൈഖുനാ കെ അബൂബക്കർ ഹസ്രത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രസിഡന്റുമാരുടെ എണ്ണത്തിൽ ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. ആ കെ അബൂബക്കർ ഹസ്രത്തിന്റെ ദർസിൽ ഓതിപ്പടിച്ച ശിഷ്യനാണ് ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തെ ദർസിൽ. അപ്പൊ കാന്തപുരത്തിന്റെ ഉസ്താദ് കെ അബൂബക്കർ ഹസ്രത്തിന്റെ ഉസ്താദ് ശംസുൽ ഉലമ സെക്രട്ടറി ആയിരിക്കുമ്പോ, ആ ശംസുൽ ഉലമയുടെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ അപ്പുറത്തൊരു കസേരട്ടിട്ട് ഞാനാണ് പ്രസിഡന്റ് എന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് ശരിയായോ? ഞാനാണ് സെക്രട്ടറി എന്ന് പറഞ്ഞത് ശരിയായോ? കാന്തപുരം പറഞ്ഞത് ശരിയായോ? ഇവിടെ ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കണം, പുതിയ തലമുറ ചിന്തിക്കണം, പഠിക്കണം. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും നേരെ ഏൽപ്പിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ 70-ാം വാർഷിക സമ്മേളനം 96 ശംസുൽ ഉലമ വേദിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് വേദിക്ക് പിറകിൽ, സദസ്സിന്റെ പിറകിലിരിക്കുന്ന ഒരു കുറിയ മനുഷ്യൻ, താടി മുഴുവൻ നരച്ചിട്ടില്ലാത്ത, നരബാധിച്ചിട്ടില്ലാത്ത ഒരു കുറിയ മനുഷ്യൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകാൻ പോകുന്നു. ലോകശയ്യയിൽ കിടക്കുമ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് വാതിലിന്റെ അരികത്ത് വന്ന് പറയുന്നു, നബിയേ, ഈ വാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ അങ്ങേ കാത്തിരിക്കുന്നു, ഒരു ഇമാമത്ത് നിൽക്കാൻ. ഐഷാബി വിളിച്ചു പറയുന്നു, കഴിയില്ല, ഹബീബ് ക്ഷീണിതനാണ്, തിരിച്ചു പോരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടക്കമുള്ളവർ മദീനത്തെ ഹറമിന്റെ ഓരോ തൂണിന്റെ അരികത്ത് വന്നിട്ട് കരയുകയാണ്, റസൂലുള്ളാഹിനെ കാണാത്തതിൽ വിഷമിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ബിലാലിനോട് ചെല്ലാൻ പറഞ്ഞു, ഒന്നുകൂടി പോയി നോക്ക് ബിലാൽ. ബിലാൽ പിന്നെയും പോയി റളിയല്ലാഹു അൻഹു. അവിടുന്ന് മറുപടി, സമയമായിട്ടില്ല, ആകുന്നില്ല, ക്ഷീണമാണ്. അങ്ങനെ പലവട്ടം പോയപ്പോ പ്രവാചകൻ ഒടുക്കം പറഞ്ഞു, മുറൂ അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ നിൽക്കാൻ പറ, എനിക്ക് കഴിയില്ല. ഐഷാബി പറഞ്ഞു, നബിയെ, അതെന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പാന്റെ ഹൃദയം ലോലമാണ്, മൃദുലമാണ് നബിയെ, അതുകൊണ്ട് ഉപ്പാനോട് പറയൂ. ഉമർ ഇബ്നുൽ ഖത്താബില്ലേ തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കർ, അബൂബക്കറിനോട് പറ. വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറിനോട് പറ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരം
സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എല്ലാവർക്കും സമ്മതം. ശൈഖുനാ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത് പകരക്കാരനായി പറഞ്ഞയച്ചത് ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ 70ാം വാർഷികത്തിന്റെ സമ്മേളനത്തിന്റെ ആ സ്റ്റേജിൽ നിന്ന് അധ്യക്ഷനായിരുന്ന ശൈഖുനാ പുറത്തിറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോ പിറകോട്ട് നോക്കി ഏറ്റവും പിറകിലിരിക്കുന്ന കുറിയ മനുഷ്യൻ, മുടി മുഴുവൻ നിറബാധിച്ചിട്ടില്ലാത്ത കുറിയ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, സൈനുദ്ദീൻ മുസ്ലിയാർ. വേദിയിൽ KT മാനം മുസ്ലിയാരുണ്ട്, KV കൂറ്റനാട് ഉസ്താദുണ്ട്, KC ജമാലുദ്ദീൻ മുസ്ലിയാരുണ്ട്, TKM ബാവ മുസ്ലിയാരുണ്ട്, CM ഉസ്താദ് ചെമ്പരിക്കയുണ്ട്. ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങളിരിക്കെ അതിന്റെ ഏറ്റവും പിറകിലിരിക്കുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, സൈനുദ്ദീൻ മുസ്ലിയാർ വരിക, ഈ കസേരയിലിരിക്കുക. ശൈഖുന ഇരുന്ന ആ കസേരയിൽ അധ്യക്ഷ പദവിയിൽ ശൈഖുന സൈനുൽ ഉലമ ചെറിയ ഉസ്താദിനെ അവിടെ ഇരുത്തി. എന്നിട്ട് ശൈഖുന ഇറങ്ങിപ്പോയി. പിന്നീട് 2-3 മാസമേ ജീവിച്ചുള്ളൂ. ശൈഖുന വഫാത്തായപ്പോ ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്നെ ചർച്ച വിഷയമുണ്ടായില്ല. ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് തഖബ്ബലല്ലാഹു ഉംറ, ഒരുപാട് കാലം അവർക്ക് തണലിൽ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശൈഖുന ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയാൻ സമയത്താണ് കോഴിക്കോട്ടെ പുതിയങ്ങാടി വരക്കൽ മഖാം സമസ്തയുടെ കയ്യിലേക്ക് വരുന്നതും എനിക്കവിടെ 6 അടി മണ്ണ് വേണമെന്ന് ആഗ്രഹിക്കുന്നതും പ്രവാചക തിരുമേനിയുടെ മരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തെ ചാരത്ത് കിടക്കുന്ന പോലെ സമസ്തയുടെ സ്ഥാപകൻ വരക്കൽ മുഴക്കോത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ കാൽക്കീഴ് കിടന്നുറങ്ങുന്ന വലിയൊരു ശൈഖുന ശംസുൽ ഉലമ KK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പാത, അവർ കാണിച്ചു തന്ന ആ പാതയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക. വിജയം സുനിശ്ചിതമാണ്. അവർക്ക് മരിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമസ്തയിൽ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും. മറ്റൊരു ലാഭവുമില്ല. നമുക്ക് നമ്മുടെ മാനം മുസ്ലിയാർ 20 ലക്ഷത്തോളം വരുന്ന മനുഷ്യന്മാർ ഒരുമിച്ചുകൂടിയ കോഴിക്കോട്ടെ കോന്നാട് കറപ്പുറത്ത് ഒരുമിച്ചുകൂടിയ മനുഷ്യ സാഗരത്തെ അത്ഭുതപ്പെടുത്തി. വൈകുന്നേര സമയമായപ്പോഴാണ് നമ്മൾ അറിയുന്നത് KT ഉസ്താദ് ഹോസ്പിറ്റലിലാണ്. സങ്കടമായിപ്പോയി. കാരണം അന്നത്തെ ആ സ്വാഗത ഭാഷണം നമ്മൾ ഏറെ കൊതിച്ചതായിരുന്നു. വൈകുന്നേരം മഗ്‌രിബോടടുത്തപ്പോൾ അറിഞ്ഞു തൊട്ടടുത്ത വീട്ടിലുണ്ടെന്ന്. അൽഹംദുലില്ലാഹ് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചു. മഗ്‌രിബ് നിസ്കാര ശേഷം ആ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആവേശത്തോടെ സ്വീകരിച്ചു. പക്ഷേ വിശാലമായ ആ വേദിക്ക് മൂലയിലൊരു കസേരയിൽ ചെന്ന് തന്റെ കൈ 2 കണ്ണിന്റെയും മുകൾ ഭാഗത്ത് വെച്ച് കൺപോള നന്നായൊന്ന് നിവർത്തി നോക്കി. എന്നിട്ട് പാരം പോലെ അറബിക്കടലിന്റെ ഓരത്ത് പകരം വെച്ച മനുഷ്യസാഗരത്തെ കൺകുളിർക്ക കണ്ട് താൻ എന്റെ ജീവിതകാലത്ത് മുഴുവൻ അധ്വാനിച്ചതിന്റെ ഫലം എന്റെ കണ്ണുകൊണ്ട് കണ്ട് അറിഞ്ഞ് സായൂജ്യമടഞ്ഞ് ആത്മാവിന് സന്തോഷം സമ്മാനിച്ച് KT ഉസ്താദ് ആ തലക്കിങ്ങനെ ഇരിക്കുകയാ, തലക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുന്ന രംഗം അതിൽ പങ്കെടുത്ത നമുക്കറിയാം. നമുക്ക് സഹിക്കാൻ കഴിയാത്ത, പിന്നീട് സഹിക്കാൻ കഴിയാത്ത ഓർമ്മകൾ. സ്വാഗതം പറയാൻ വഹാബുദ്ദീൻ ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. അല്പം കഴിഞ്ഞ് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും കഴിയാതെ വന്നു. ഒടുവിൽ മഹാനായ KT ഉസ്താദ് അസ്വസ്ഥനാവപ്പോ എഴുന്നേറ്റ് നിന്ന് ഞാൻ പോവുകയാണ്. ആരോട്? കേരളത്തിൽ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സകല ആലിമീങ്ങളും ഒരുമിച്ച് കൂടിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള സാദാത്തുക്കൾ ഒരുമിച്ച് കൂടിയ, കോടിക്കണക്കിന് മലക്കുകൾ ഒരുമിച്ച് കൂടിയ ആ വേദിയിൽ വെച്ച് KT ഉസ്താദ് തങ്ങളെ ഞാൻ പോവാൻ എന്ന് പറഞ്ഞ് എല്ലാവരോടും സമ്മതം ചോദിച്ച് ആ സ്റ്റേജിന്റെ മുൻഭാഗത്തുകൂടി നടന്നുപോയ KT ഉസ്താദ് അവിടെ നിന്ന് താഴോട്ടിറങ്ങിയപ്പോ വയ്യ, സ്ട്രെച്ചർ ആംബുലൻസ് കാത്തിരിക്കുകയാണ്. സ്ട്രെച്ചറിലേക്ക് ശൈഖുനെ കടത്തി. അങ്ങനെ ആ സ്ട്രെച്ചറിൽ ആംബുലൻസിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്കിടയിലൂടെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിൽ നിന്ന് KT ഉസ്താദ്, അവിടുത്തെ മരുമകനും നമ്മുടെ അഭിമാനവും ആവേശവുമായ ഉസ്താദ് ശൈഖുന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് വെള്ളം ചോദിക്കുന്നു. ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നു. KT ഉസ്താദ് ആ വെള്ളം മുഴുവനും കുടിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇനിയും വെള്ളം വേണമെന്ന് ചോദിക്കുന്നു. ഒരു ബോട്ടിൽ വെള്ളം കൂടി കൊടുക്കുന്നു. ആ വെള്ളത്തിൽ ആ ബോട്ടിലിന്റെ പകുതിയോളം വെള്ളം കുടിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ ചെല്ലുകയാണ്. കുറച്ചങ്ങെത്തിയപ്പോ
മഹാനായ കെ.ടി. ഉസ്താദ് തന്റെ വായിലുള്ള ഒട്ടു പല്ലെടുത്തുകൊണ്ട് ഹമീദ് ഫൈസിയുടെ കയ്യിൽ കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരിച്ചുകൊണ്ട് 4 or 5 തവണ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ശൈഖുനാ കെ.ടി. മാനു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ പോയതുപോലെ നമുക്ക് പോകണം. പാറന്നൂർ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടവർക്കറിയാം അസൂയ തോന്നിപ്പോവാൻ. ശൈഖുനാ പാറന്നൂർ ഉസ്താദ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചപ്പോ മയ്യത്ത് കാണാൻ പോയവർക്കറിയാം എന്തോ ഒരു പുഞ്ചിരിയ, എത്ര മനോഹരമാണ് ആ മയ്യത്ത് കാണുമ്പോൾ ചിരിച്ചു കിടക്കുന്നത് പോലെ. മഹാനായ സമസ്തയുടെ നായകൻ തലേ ദിവസം എല്ലാ തയ്യാറെടുപ്പും എടുത്ത് ഞാനിതാ പോവുകയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പുഞ്ചിരിച്ച ആ മുഖം കണ്ടപ്പോൾ ഞാനായിരുന്നുവെങ്കിൽ എന്ന് കണ്ടവർ ആശിച്ചു പോയ ശൈഖുനാ പാറന്നൂർ കെ.ടി. ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലെ നമുക്കും വിട പറയാൻ കഴിയണം. അതിന് ഈ സംഘശക്തിക്ക് ശക്തി പകരുക, ആ പതാകയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, ഇതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുക, പാട്ടപ്പിരിവ് നടത്തുക, എന്തും നടത്തുക. അത് അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് വിജയമുണ്ടാകും. നാളെ മഹ്ശറയിൽ ആ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും പാണക്കാട്ട് തങ്ങളും ബാഫക്കി തങ്ങളും ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സാദാത്തുക്കൾ നമുക്ക് നാളെ അവിടെ രക്ഷയുമായി വരുമെന്ന ഉറച്ച വിശ്വാസം, അതാണ് നമ്മെ പ്രവർത്തിക്കാൻ നമുക്ക് ശക്തി തരേണ്ട എനർജി. അതായിരിക്കണം. മറ്റുള്ള സാമ്പത്തികമില്ല, ഇവിടെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, സാമ്പത്തികമായ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ശാരീരികമായും ഒരുപാട് ആരോപണങ്ങളും ആക്രമണങ്ങളും മാത്രമേ നമുക്കൊരു പക്ഷേ ഇവിടെ കിട്ടും. പക്ഷേ അത് നമുക്ക് വിഷയമല്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായി ഈ സംഘടനക്ക് പ്രവർത്തിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലെത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഉറച്ച വിശ്വാസം നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.